What's up, Chelsea fans, football fans? Welcome back to Chelseakaaran channel. Chelseakaaran special ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷാജിയേട്ടനും ബാലു നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്ന അടുത്ത് തന്നെ. I am also inviting to this discussion. Hi, ഹെബാർ ബ്രോ, നമസ്കാരം. Yes, bro. സുഖം തന്നെ. എന്തുണ്ട് വിശേഷം? കുറെ കാലത്തിന് ശേഷം രണ്ട് കളി അടുപ്പിച്ച് ജയിച്ചതിന്റെ ഒരു സന്തോഷം. സന്തോഷമുണ്ട്. അടിപൊളി. നമുക്ക് ആ കളിനെ കുറിച്ച് സംസാരിക്കാം. കുറെ കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആസ് യൂഷ്വൽ, വെൽക്കമിംഗ് ഇൻടു ദ സ്ട്രീം ഷാജിയേട്ടാ. നമസ്കാരം ഹെബർ, നമസ്കാരം ശ്രീകാന്ത്. ഇന്ന് വെളുപ്പിനെ 4 മണി വരെ സ്ട്രീം ചെയ്തു. അത് കഴിഞ്ഞിട്ട് 7:45 കണ്ണു തുറന്നു. പിന്നെ ഉച്ചയ്ക്ക് ശ്രീകാന്ത് ഇന്നലെ വിളിച്ചപ്പോ ഞാൻ മെസ്സേജ് ഇട്ടേ. കാരണം എനിക്ക് മെഞ്ഞാന്ന് കഴിഞ്ഞ ദിവസം നമ്മളെ ഗ്രൂപ്പിലെ അശ്വിനെ എന്നെ ഒന്ന് പേടിപ്പിച്ച്. ആ പുക വന്ന ദിവസം ഉണ്ടല്ലോ, അന്ന് എനിക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു INCSല്, സിംഗപ്പൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. അപ്പൊ അശ്വിൻ പറഞ്ഞ്, ഷാജേട്ടാ പോണ്ട, പുകയൊക്കെയാണ്, പ്രായമെല്ലാം ആയതല്ലേ, വല്ല ശ്വാസം മുട്ടി വഴിയിൽ മരിച്ചു പോയാൽ ആരും കൊണ്ടുവരും എന്നൊക്കെ. അപ്പൊ അങ്ങനെ പോയില്ല. അങ്ങനെ ഇന്ന് രാവിലെ വെച്ചതാ. അപ്പൊ 2 സെഷൻ മിസ്സായോണ്ട് ഇന്ന് 5:30 to 8:30 ആയിരുന്നു. അത് 9:30 വരെ പോയി. അപ്പൊ ശ്രീകാന്ത് വിളിച്ചപ്പോ തന്നെ 3:50 അപ്പൊ ഞാൻ ശ്രീകാന്തിന് മെസ്സേജ് ഇട്ട്, ശ്രീകാന്ത് നാളെ ഇരിക്കാം, കാരണം കുറച്ച് ഉറങ്ങിയില്ലെങ്കിലേ ഈ ഒന്നാമത് ഈ ഗ്രൗണ്ടിൽ പോയാൽ ചില സമയം പിള്ളേർ നമ്മളെ പരിഹസിക്കും, നമുക്ക് ഉറക്കം തോന്നും എഴുതുമ്പോ. അതെ. അപ്പൊ ഷാജിയേട്ടാ, നമുക്ക് നേരെ മാച്ച് റിവ്യൂ ഡിസ്കഷനിലേക്ക് പോകാം. കാരണം പലവരും പല അഭിപ്രായങ്ങളും ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ഐ വാണ്ട് ടു സ്റ്റാർട്ട് വിത്ത് എൻസോ ഫെർണാണ്ടസ് joining to the stream. ബാലു ബ്രോ, നമസ്കാരം. ബാലു, ഹായ്. ഒരുപാട് ദിവസമായി ബാലുവെ കണ്ടിട്ട്, മുഖാമുഖം കണ്ടിട്ട്. സന്തോഷം. എന്തായാലും ഇന്നലത്തെ ഒരു ജയത്തിന്റെ ബാക്ക്ഡ്രോപ്പിൽ കാണാൻ പറ്റിയതിൽ അതിയായ സന്തോഷം. അതെ, അതുപോലെ തന്നെ സ്റ്റാർട്ട് വിത്ത് ദിസ് ഡിസ്കഷൻ. ഷാജിയേട്ടൻ്റെ അടുത്ത് തുടങ്ങാം. ഹൗ ഡു യു റേറ്റ് എൻസോസ് ഫെർണാണ്ടസ്? കാരണം എന്റെ അനാലിസിസിൽ എന്തെങ്കിലും തെറ്റുപറ്റിയെന്ന് എനിക്ക് മനസ്സിലാക്കണമല്ലോ. ഞാൻ ഇന്നലെ ഐ ഗേവ് എ ലോങ് സ്പീച്ച് ഓൺ ദാറ്റ് ടു ഹെബറിന്. ഇങ്ങനെ ഒരു ബോക്സ് ടു ബോക്സിന് എൻസോ ഫെർണാണ്ടസ് ഒരു ഇൻഫ്ലുവൻഷ്യൽ മിഡ്ഫീൽഡർ ആണ്. അയാളെ ഒരു മിഡ്ഫീൽഡർ എന്ന് നമ്മളൊന്ന് ടേം ചെയ്യുന്നതിനേക്കാളും ചില IAS ഓഫീസർമാരുണ്ട്, നമ്മൾ കമ്മീഷണർ, DYSP, SP അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് എന്ന് വിളിക്കുന്ന പോലെ എൻസോ ഫെർണാണ്ടസിനെ ഒരു ഫുട്ബോളർ ആയിട്ട് കാണണം. അയാൾക്ക് എല്ലാം ഉണ്ട്. ഇന്നലെ കുറെ സ്ഥലങ്ങളിൽ അയാൾ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി, ആ യെല്ലോ കാർഡ് പോലും എനിക്ക് തോന്നുന്നു അയാൾ ടീമിന് വേണ്ടി വാങ്ങിയതാണ്. സോ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫുട്ബോളർ ആണ്. സംബഡി ഹു വിൽ വർക്ക് എവറിത്തിങ്, അതായത് എല്ലാ ഡേർട്ടിയും ചെയ്യും. പണ്ട് കാലങ്ങളിൽ ഗോൾ കീപ്പറായി നിൽക്കേണ്ടി വന്ന ഒരവസ്ഥയിൽ ജോൺ ടെറി ഗോൾ കീപ്പർ ആയിട്ടുണ്ട്. എനിക്കൊന്ന് എൻസോ ഫെർണാണ്ടസ് ഒക്കെ ആ ടൈപ്പ് പ്ലെയറാണ്. നാളെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാല് ഗ്രാം പോട്ടർ പിടിച്ചിട്ട് മറ്റേ ജോൺ ഗോൾ കീപ്പിംഗ് ഗ്ലൗ ഇടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇടും. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുള്ള ഒരു പ്ലെയർ ആണ്. അപ്പം എനിക്ക് മനസ്സിലായത് ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫുട്ബോളർ ആണ്. ആൻഡ് വി ഹാവ് ഡൺ ദ റൈറ്റ് സൈനിങ്. ലോങ് ടേം പ്രോസ്പെക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു റൈറ്റ് സൈനിങ് ആണ്. ഹി മസ്റ്റ് ബി ഗിവൺ ദാറ്റ് പ്രൊട്ടക്ഷൻ. കെയർ ചെയ്യണം. എനിക്ക് ആകെയുള്ള ഒരു കൺസേൺ, ഹീസ് പ്ലേയിങ് എവറി മാച്ച് ക്ലോസ് ടു 80-90 മിനിറ്റ്സ്. അതൊരു കൺസേൺ ആണ്. കാരണം എസ്പെഷ്യലി സൗത്ത് അമേരിക്കൻ പ്ലേയേഴ്സ് ഇംഗ്ലീഷ് ലീഗിൽ വരുമ്പോൾ ഇത്തിരി ഫിസിക്കൽ ആകുമ്പോൾ കുറെ കഴിയുമ്പോഴാണ് ഈ ഹാംസ്ട്രിങ് ഇഞ്ചറിയും മറ്റ് ഇഞ്ചറീസും ലിഗമെന്റ് ഇഞ്ചറീസും. സോ വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ഹിം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ബിക്കോസ് ഞാൻ കുറച്ചു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുമ്പേ ഐ വാസ് ലുക്കിംഗ് അറ്റ് ദ ലീഗ് ടേബിൾ. റിയലിസ്റ്റിക്കലി ഇഫ് വി ബീറ്റ് ലെസ്റ്റർ, ഇഫ് വി ബീറ്റ് എവർട്ടൺ, ഈ 2 കളി ജയിക്കുകയാണെങ്കിൽ then we are climbing 2 places up. No matter what happens to the other teams, there is a great possibility we will climb up to the 7th or 8th, which means we have a chance to slightly knock on that European spot. So Enzo very important part on from the playing perspective is a player who is freely loaded on. He's not a player who is restrictive. അയാൾക്ക് അങ്ങനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും അയാൾ അസിസ്റ്റ് കൂടുതലാണോ, പ്ലേ മേക്കിംഗ് ആണോ എന്നല്ല. അല്ല, അയാളുടെ ഒരു എഞ്ചിൻ ഉണ്ട്, ഒരു സ്കീമിംഗ് എഞ്ചിനാണ്. ഈസ് ലൈക്ക് മോർ ലൈക്ക് ഹൈ വോൾട്ടേജ് കറണ്ട് ആണ്. നമ്മളൊക്കെ വീട്ടിലെ KCB ട്രാൻസ്ഫോമർ ആണ് എൻസോ ചെൽസിയുടെ. അപ്പൊ അങ്ങനെ വേണം കാണാനായിട്ട്. ഈസ് എൻ ഹൈ വോൾട്ടേജ് കറണ്ട്. യു ഷുഡ് ഗിവ് ഹിം ദ ഫുൾ സ്പേസ്. അപ്പൊ ആ സ്പേസിൽ പുള്ളി പല സ്ഥലത്തും ഓടി പല കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. സോ ഐ തിങ്ക് ഹി ഈസ് ഡൂയിങ് ദ റൈറ്റ് റോൾ ആൻഡ് വി ഷുഡ് പ്രൊട്ടക്ട് ഹിം.
Balbro, how did you feel? I mean, Enzo Jude Bellingham ഒക്കെ പൂട്ടി എന്നൊക്കെ പറയുന്നു. I don't agree to that statement. I don't think he locked Jude Bellingham. I mean, probably ചിലപ്പോൾ ഞാൻ മിസ്ജഡ്ജ് ചെയ്താണോ? എന്താണ് സ്റ്റേറ്റ്മെന്റ്? എന്തായാലും ജൂഡ് ബെല്ലിംഗത്തിനെ എൻസോ ലോക്ക് ചെയ്തു. അങ്ങനെ അല്ല, ബേസിക്കലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻസോ ഒരിക്കലും ഒരു കാന്തയുടെ പോലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മാക്കലേലിയുടെ പോലെയോ ഒരു കംപ്ലീറ്റ് ഡിസ്ട്രോയർ ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല. എൻസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഡിഫെൻസീവ്ലി ഓക്കെ പ്ലെയർ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഐ മീൻ ഹി ക്യാൻ ഡു ദ ജോബ് വെരി വെൽ, ബട്ട് സ്റ്റിൽ ഈസ് നോട്ട് നോൺ ഫോർ ദാറ്റ്. എൻസോന്റെ കേപ്പബിലിറ്റീസ് കുറേ കൂടി ഫർദർ അപ്പ് ദ ഫീൽഡാണ് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഡയഗണൽ ബോൾസ് കൊടുക്കാനും അതേപോലെ തന്നെ നല്ലപോലെ ത്രൂ ബോൾസ് കൊടുക്കാനും നമ്മുടെ പാറ്റേൺ ഓഫ് പ്ലേ നല്ലപോലെ ബിൽഡപ്പിലൊക്കെ നല്ലപോലെ ഇൻവോൾവ് ആയി കളിക്കുന്ന ഒരു പ്ലെയർ ആണ് എൻസോ ഫെർണാണ്ടസ്. അങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ ജൂഡിനെ പൂട്ടി എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ഇന്റർസെപ്ഷൻസ് ഉണ്ടായി കാണാം, അതേപോലെ ബെല്ലിംഗാം ഇൻഎഫക്റ്റീവ് ആയിരുന്നു എന്നത് അത് ശരിയാണ്. പക്ഷെ അത് എൻസോ ഫെർണാണ്ടസിന്റെ സ്റ്റൈല് കാരണമാണ് എന്ന് പറയാൻ പറ്റില്ല. അത് നാച്ചുറലി നമ്മുടെ മൊത്തമുള്ള ഒരു ഗെയിം പ്ലാൻ ആ ബെല്ലിംഗാമിനെ കൂട്ടാൻ തന്നെയായിരുന്നു. അതിന്റെ ഒരു ഭാഗമായി വന്നു ചേർന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഷാജിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ എൻസോനെ നമ്മളിപ്പോ ഓവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എല്ലാ മാച്ചിലും 90 മിനിറ്റ്സ് അല്ലെങ്കിൽ മിനിമം 60 to 70 മിനിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോ അത് റെസ്റ്റ് ഇല്ലാണ്ടാണെന്നുള്ളത് ആലോചിക്കണം. ഇനിയിപ്പോ നമ്മൾ ക്വാളിഫൈ ചെയ്ത സ്ഥിതിക്ക് ഇനിയും അടുത്ത കൂടുതൽ മാച്ചസ് കളിക്കേണ്ടി വരും എന്നുള്ളതും FA കപ്പ് ഇല്ലാത്തത് തന്നെ വലിയ ഭാഗ്യം. എന്നിരുന്നാലും ഒരുവിധം എല്ലാ കളിയും കളിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പോ സമ്മർ വരെ എങ്ങനെയെങ്കിലും എത്തിച്ചേ പറ്റൂ. പിന്നെ കാന്തയെ തിരിച്ചു വന്നു, തക്കറിയെ തിരിച്ചു വന്നു എന്നുള്ളതാണ് ഏക ഒരു ആശ്വാസം. ജോർജിനിയോ പോയ സ്ഥിതിക്ക് നമ്മുടെ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എൻസോന്റെ പ്രസൻസ് വളരെയധികം ഇൻഫ്ലുവൻസിലാണ് എന്നുള്ളത് കൊണ്ടും എൻസോനെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോ സത്യം പറഞ്ഞാൽ ഇത്തിരി സേഫ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ ഇപ്പൊ ഒരു ഫ്ലോ കിട്ടിയ സ്ഥിതിക്ക് 1-2 കളിയും കൂടിയും സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമുക്ക് മൊമെന്റം കിട്ടിയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് അത്യാവശ്യമാണ് ശരിക്കും. ഇങ്ങനെ ഓവർ യൂസ് ചെയ്യണോണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ബ്രോ, ഇന്നലെ എൻസോന്റെ പെർഫോമൻസ് എങ്ങനെ മൊത്തത്തിൽ വിലയിരുത്തുന്നു? പെർഫോമൻസ് ഓൺ ദ ഗ്രൗണ്ട്, വാസ് ഹി ലൈക്ക് ഇൻ എ റേറ്റിംഗ് ഔട്ട് ഓഫ് 10 ഹൗ വുഡ് യു റേറ്റ് ഹിം? നമ്പർ ആയിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഫസ്റ്റ് ഒരു 20 മിനിറ്റ് ഐ തിങ്ക് ഹി സ്ട്രഗിൾ ടു കാച്ച് അപ്പ് വിത്ത് ദ പേസ് ഓഫ് ദ ഗെയിം. ആളൊന്ന് എന്റെ മനസ്സിലുള്ള എൻസോ ഹിൽ പിക്ക് അപ്പ് ദ ബോൾ എനിവെയർ ഓൺ ദ ഫീൽഡ്. ഇപ്പോ കുറെ പേര് ക്രൂസായി കമ്പയർ ചെയ്ത് ഡോണ്ട് കമ്പയർ എൻസോ വിത്ത് ക്രൂസ് എന്നൊരു കമന്റ് വന്നിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് ഹി പിക്സ് അപ്പ് ദ ബോൾ ഇൻ സിമിലർ ഏരിയാസ്. അറ്റ് ലെഫ്റ്റ് സൈഡ് പിക്ക് ചെയ്ത് ആളുടെ റേഞ്ച് ഓഫ് പാസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലെയർ. ഐ ഡോണ്ട് തിങ്ക് ഹി ഡിഡ് ദാറ്റ് ടു മച്ച് യെസ്റ്റർഡേ. ഫസ്റ്റ് ഒരു 20-30 മിനിറ്റ് കുറച്ച് സ്ട്രഗിൾ ചെയ്തു. ലോട്ട് ഓഫ് ബിൽഡപ്പ് വാസ് കുക്കുറെല്ല, കോവച്ചിച്ച്, പിന്നെ ഫീലിക്സിന്റെ ഡീപ്പായി വന്ന് ബോൾ വന്നിട്ടുണ്ടാവും. ബട്ട് ഐ തിങ്ക് ആസ് ദ ഗെയിം വെന്റ് ഓൺ എൻസോ എല്ലാ കളിയും സാബി അലോൺസിനെ പോലെ 20 ലോങ് ബോളും ഫൈനൽ തേർഡ് കോൺട്രിബ്യൂഷൻ ഒന്നും വേണ്ടത്. നീറ്റായി കളിച്ചു, കെപ് ദ ബോൾ ടിക്കിംഗ് ഓവർ. ആൻഡ് ബാലുബ്രോ പറഞ്ഞ പോലെ ബെല്ലിംഗ്ഹാമിനെയും ഐ തിങ്ക് നല്ലിഫൈഡ് അലോട്ട് 1-2 ഇന്റർസെപ്ഷൻ ഒക്കെ ഉണ്ടാവും. ഹി ഹാഡ് എ ഡീസന്റ് പെർഫോമൻസ്. പിന്നെ ഒരു എന്താ പറയാ, ഒരു വിന്നില് ഐ ഡോണ്ട് വാണ്ട് ടു ഓവർ അനലൈസ് എൻസോണോ മാത്രം കോൺട്രിബ്യൂഷൻസ്. ഒരു ഓവറോൾ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ടീം പെർഫോമൻസ്. കുറെ കാലത്തിന് ശേഷം ഒരു 2 കളി അടുപ്പിച്ച് ജയിച്ചതിന്റെ ഒരു സംഭവം. Going to team performance, so I think speak of team performance. If I ask you to do a quick match review of yesterday's match, Hebbar, how would you rate yesterday's match? ഒരു 8 out of 10 for sure, and 3-4-3 നമ്മുടെ പ്ലേയേഴ്സിന്റെ ഒരു മസിൽ മെമ്മറി കാണാനുണ്ട്. They played it so long, especially നമ്മുടെ വിംഗ് ബാക്സ് റീസ് ആൻഡ് ചിൽവെൽ ആർ സോ കംഫർട്ടബിൾ ഡിഫെൻഡിങ് ആൻഡ് അറ്റാക്കിംഗ് ഇൻ എ ബാക്ക് 3. ഇതിന് എന്തിനാ മാറ്റിയെന്ന് ആലോചിക്കുമ്പോൾ ഒരു മേ ബി ബിൽഡിംഗ് ഫോർ നെക്സ്റ്റ് സീസൺ എന്നൊരു മൈൻഡ് സെറ്റിലായിരിക്കാം. ബട്ട് I don't want us to say system. I don't want us to change systems. ഇപ്പോ സെറ്റ് ആണ്. ഒരു ഈവൻ 2 players heavily criticized 2 players. കുലിബാലിയും കുക്കുറെല്ല I think were among our best players yesterday. അതും കുലിബാലി പിക്കിംഗ് അപ്പ് ദ ബോൾ ലെഫ്റ്റ് ഫുട്ട് വെച്ച് ലോങ് പാസ് ചെയ്യുന്നുണ്ട്. ബാലു ബ്രോ ഞാനും കുലിബാലി അതിൽ ബാലുവിന്റെ ട്വീറ്റ് വരെ ഞാൻ കണ്ടു. അതെ, അല്ല കുലിബാലിയുടെ എന്തുകൊണ്ടാ പറയാൻ കാരണം വെച്ചാൽ കുലിബാലി നാപ്പോളിയിൽ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഡിഫൻഡർ ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നാപ്പോളിയിലുള്ള സമയത്ത് തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ടഫ് ടീംസിന്റെ കൂടെ കുലിബാലിയുടെ നല്ല പെർഫോമൻസസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിലയ്ക്ക് കുലിബാലിയുടെ എബിലിറ്റീസിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ആൾക്കാർക്ക് ആകെ കൂടിയിട്ടുണ്ടായിരുന്ന ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാജി പാപ്പൻ ഉണ്ടായിരുന്നത് അതുപോലത്തെ ഒരു ഡൗട്ടാണ്. പുള്ളിക്കാരന് ഏജായി, ഏരിയയിൽ കുറച്ച് വീക്കാണ്. അപ്പൊ ഇനിയിപ്പോ പുതിയ ലീഗിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് ബാക്ക് അഗൈൻ ഫസ്റ്റ് കുറച്ച് കളികൾ എന്താ പറയാ ഇത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്നെങ്കിലും ആ ടൈമിലും ചാമ്പ്യൻസ് ലീഗിൽ പുള്ളിക്കാരൻ നന്നായി കളിച്ചിരുന്നു. പ്രീമിയർ ലീഗിലാണ് സ്ട്രഗിൾ ചെയ്തിരുന്നത്. ഇപ്പൊ പതുക്കെ എല്ലാത്തിലും നല്ല റൗണ്ട്, കാരണം പ്രീമിയർ ലീഗും പിക്കപ്പ് ചെയ്ത് തുടങ്ങി, ആ പേസും പിക്കപ്പ് ചെയ്ത് തുടങ്ങി, വരുന്ന മിസ്റ്റേക്സ് കുറച്ച് തുടങ്ങി. Is it because Koulibaly is now a leader at the center?
Is that the reason? Absolutely. കാരണം നമ്മൾ സെനഗലിന് വേണ്ടിയിട്ട് കുലിബാലിയുടെ പെർഫോമൻസസ് കണ്ടതാണ് വേൾഡ് കപ്പിൽ. വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. ഞാൻ ഒരുവിധം എല്ലാ മാച്ചും സെനഗലിന്റെ കണ്ടിട്ടുണ്ട്. അതിൽ എല്ലാത്തിലും സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ കുലിബാലി തന്നെയാണ് മെയിൻ ആയിട്ട്. കാരണം മാനയുടെ ആബ്സെൻസ് അവരെ ഒരു പരിധി വരെ ബാധിക്കാതിരുന്നത് കുലിബാലിയുടെ ലീഡർഷിപ്പ് കാരണമാണ്. നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഡിഫൻസ് ആണ് അവിടെ ഡിഫെൻഡ് ചെയ്തിരുന്നത്. അപ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ സെൻട്രലി കളിക്കുമ്പോഴാണ് പുള്ളിക്കാരൻ ഒന്നുകൂടി കംഫർട്ടബിൾ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ മുമ്പേ നമ്മുടെ ഒരു സ്ട്രീമിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഓർമ്മ, റൂഡിഗറിനെ കളിപ്പിക്കുന്ന പോലെ നമ്മള് കുലിബാലിനെ കളിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് മണ്ടത്തര. കാരണം റൂഡിഗർ മുന്നോട്ട് ഓടിപ്പോയി അഗ്രസീവായി ഇന്റർസെപ്റ്റ് ചെയ്ത് പിന്നെ തിരിച്ചു ഓടി വരുമ്പോൾ അതിനുള്ള റിക്കവറി പേസ് ഉണ്ട് റൂഡിഗറിന്. പക്ഷെ കുലിബാലിക്ക് അത്രയും പേസ് ഇല്ലാത്തൊരു പ്ലെയറാണ്. ഷാജി ബാബു പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ കുലിബാലിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പുള്ളിക്കാരന്റെ ഡിഫൻസീവ് അവയർനെസ്സും ഗെയിം റീഡിങ്ങും ഡിഫൻസീവ് എബിലിറ്റീസും എല്ലാം ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് പുള്ളിക്കാരന്റെ എക്സ്പീരിയൻസ് യൂസ് ചെയ്ത് ആ സോളിഡ് ആയിട്ട് സെന്ററിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോഴത്തെ റോള് കൊടുത്തിരിക്കുന്നത് അതേ റോളാണ്. അപ്പൊ അതിൽ പുള്ളിക്കാരൻ കംഫർട്ടബിൾ ആയി വേൾഡ് ക്ലാസ് പെർഫോമൻസസ് ആണ് ടെൻഷൻ ഇല്ലാണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ലല്ലോ. ലോങ് വേ ദിസ് കണ്ടിന്യൂ. Koulibaly, Kukureya, and the big Koulibaly question, has improved a lot. The big question, Kukureya or Badiashil? രണ്ട് ചോദ്യങ്ങളാണ്. Koulibaly, Kukureya രണ്ടുപേരും. Then what next? Will there be a question of Badiashil? രണ്ട് തരത്തിലുള്ള ഉത്തരങ്ങൾ പറയാം. Koulibaly has improved a lot in the last 3 games. He has been incredible. Again, is it because he's given that leadership position Silvella, so he feels I should be the leader and now I should control the game? To some extent you can say that, but I think he has adjusted himself to the speed. He has adjusted himself to the challenge of the Premier League എന്ന് വേണം പറയാൻ. That is the honest challenge. Captaincy എന്ന് പറയുന്നത് ഫുട്ബോളിൽ it keeps revolving. അതുകൊണ്ട് ഒരാള് ഇതാണെന്നല്ല, every player on the pitch is a captain ആണ്. ഇപ്പൊ ജോൺ ടെറി ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് if you are standing next to Ricardo Carvalho, you will know that Carvalho is also a leader. അപ്പം അത് അവിടെ ആംബാൻഡ് വേണമെന്നില്ല. But I think Koulibaly has adjusted to that system. But he has improved. ബാലുവും ഹെബറുമായിട്ട് ഞാൻ ഒരുപാട് തവണ ഇതിൽ ഒരു ഡിബേറ്റ് പോയിട്ടുണ്ട് നമ്മൾ പേഴ്സണലി ആയിട്ട്. But I think he has improved a lot in the last few games and he has to be more consistent on that point. ഒരു ചോദ്യം ഇതിൽ ചോദിക്കുന്നതിൽ a lot of people who are talking, ശ്രീകാന്ത് ഷോയിൽ ഇന്നലെയും കൂടി ഞാൻ കണ്ടു, from the coaching perspective ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരമാണ്. People are telling that we should stick. Heber was also telling that നമ്മൾ 3-4-3 at the back തന്നെ stick ചെയ്യണം. Listen to this very carefully. In 3-4-2-1, your attacker has to arrive inside the box to play the ball, which means on the opposite side you expect the defender to be there so that you can play it to the wide areas, to the wide flanks, so that then you start cramping inside the box. In a 4-2-3-1, your attacker comes into the box to score the goal. Rendu vereya. In 3-4-2-1, your attacker is coming in to play the ball to the wide areas and get them inside the box. Angana Reece Jamesum Chilwellum kerunna pole. In a 4-2-3-1, your attacker has to come inside the box to score the goal. In that scenario, you expect your opponent defender to be there to defend. Idu ingane parayan kaaranam endha Srikanth. Let us not forget Thomas Tuchel suffered because he was exposed in that 3 at the back system. Adu kandupidichu mattu aarkar. So this whole concept of telling one manager should play only 3 at the back, very soon everybody is smart. Not just Graham Potter is smart. Somebody will find out that he has a weakness in that. And especially Hibar, I'll give you an opportunity to counter that argument. Possibility because Tuchel's system was exposed. നമ്മൾ ടെന്നീസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. Wing back to center back to wing back. Wing back to center back to wing back. The same one. So, Shajat, I think it's a very valid point. I'm just completing on this point. The high point is Kai Havertz is a converted striker. He's not a natural striker. Right. His role is to come inside the box in a 3-4-2-1 formation to play the ball. That is very successful. If he formation, Havertz is brilliant because he's playing it to Sterling, he's playing it to Joe Felix, he's playing it to Reece James to come in and cross and all those things. But if you play 4-2-3-1, I will not play Kai Havertz because you have to arrive inside the box to score and he's not going to score 15-20 goals. ഇതാണ് എൻ്റെ അതിനുള്ള ഒരു ക്ലാരിറ്റി. Hebar? ഈ ഒരു ടോപ്പിക്കാണ് ഐ തിങ്ക് ഐ കൻ ഡിബേറ്റ് ഫോർ ഈവൻ 1 hour. അപ്പോൾ ഞാൻ
വല്ലാണ്ട് നീട്ടുന്നുണ്ടെങ്കിൽ എസ്കേബോ പ്ലീസ് ഫീൽ ഫ്രീ ടു കട്ട് മീ ഓഫ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ടുക്കലിന്റെ ഒരു കേസ് പറയാം. when he was playing 3-4-2-1, attacking 5 versus ഒരു ബാക്കി ഏതെങ്കിലും lot of teams were playing against us, ഒരു 4-3-3, 4-2-3-1 ആവുമ്പോൾ it was our 5 attackers versus their 4 defenders. അപ്പോൾ we always had a numbers advantage on the pitch. Back 5 കളിക്കുമ്പോൾ I think one of the attackers, Kanté or Kovacic, when he was pushing forward, ഒരു numbers advantage ഉണ്ടായിക്കൊണ്ടിരുന്ന. But when people started ഡിഫെൻഡിങ് അഗൻസ്റ്റ് us, ഒരു 5-4-1 ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കേം ഈവൺ. അതും നമ്മുടെ വിംഗേഴ്സ് ഒക്കെ അന്ന് ആലോചിച്ചറിയാം. കായ് ഹാവർട്സ്, മേസൺ മൗണ്ട് രണ്ട് വിംഗ് ബോൾ റിസീവ് ചെയ്യുന്നു. അപ്പോൾ വാലുബ്രോഡ് I think we've had multiple debates about ഇവർ വിംഗേഴ്സ് അല്ല, they can't beat a person 1v1. അപ്പോൾ ആ സിറ്റുവേഷനിൽ I think our 3-4-2-1 was very ineffective. ഇപ്പോ the people picking the ball up in wide areas ആയിരിക്കാം, ഒന്നില്ലെങ്കിൽ ഫീലിക്സ് ആണ് or മുഡ്രിക്, very very good 1v1. മെഡോക്കനെ we haven't seen too much of a sample size, but ഒരു വാങ്ങിയത് he was ഒരു എന്താ പറയുക ഒരു 1v1 സ്പെഷ്യലിസ്റ്റ് ആണെന്നുള്ള മൈൻഡിലാണ് വാങ്ങിയത്. ആൻഡ് ഈ ഒരു സിറ്റുവേഷൻ ഐ സ്റ്റിൽ തിങ്ക് 3-4-2-1 ക്യാൻ ബി വെരി വെരി എഫക്റ്റീവ് പ്രീമിയർ ലീഗിൽ. ആൻഡ് പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് ദാറ്റ് വി ഷുഡ് സ്റ്റിക്ക് ടു ബാക്ക് ത്രീസ് ബിക്കോസ് നമ്മൾ ഫോർ അറ്റ് ദ ബാക്ക് കളിച്ചു. വി വർ ഷിറ്റ് ആസ് ഇൻ ഇത്രയും കാലം. ഐ തിങ്ക് സം ഓഫ് ദ വേഴ്സ്റ്റ് ചെൽസി പെർഫോമൻസ് വി സീൻ ആർ വി വർ പ്രിറ്റി ബാഡ് ഇൻ ഒരു ബാക്ക് 3-4-3 വന്നപ്പോൾ പ്ലേയേഴ്സ് ആർ മോർ കംഫർട്ടബിൾ, പ്ലേയേഴ്സ് ആർ ഫെമിലിയർ വിത്ത് ദ സിസ്റ്റം. Shajada, is it because we have this Balu Bruinodu Varan, and I'll just before that, Shajada, is it because we have now those wingers who can take those one-on-ones? Earlier we had Mason Mount and somebody else there. That's an advantage, but it depends upon the team. ഇത് ഞാനും ബാലും ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ഉണ്ട്. സി റീസെ ജെയിംസും ഈ പറയുന്ന എന്താ പറയുന്ന ചിൽവെല്ലും കളിക്കുമ്പോൾ we know that they are two of the finest wing backs in world football എന്നുള്ളത് പോയിന്റിൽ ഞാനും ബാലും ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നേരത്തെ. If you are playing Real Madrid and you play the 3-4-2-1 formation, you know who is going to play on the wide, touching the or hugging the touch line? You're going to have Vinicius Junior on one side. You're going to have another guy, that Uruguayan player, Valverde, on the other side. That will be difficult. Endanariyo, players who are comfortable to play close to the touch line, they will expose you. Appo njan parayna karyam ennu parnale Hebber പറയുന്ന പോയിന്റ് കറക്റ്റ് ആണ്. At the moment we are very comfortable and successful in 3-4-1, but don't underestimate other managers and teams that everybody will go and suffer like Borussia suffered. They will read you, they will easily read you. കാരണം എന്താ അറിയോ, എന്റെ മനസ്സിൽ ഞാൻ തുറന്നു പറയാണ്, if Thomas Tuchel, whom I considered as one of the finest manager in football, is going back and looking into the career graph of his own life, he will say that Shakhtar Donetsk first കളി ആരുമായിട്ടാണ് കളിച്ച ചാമ്പ്യൻസ് ലീഗിൽ? ബാലു, ഷക്തർ അല്ലേ? ബാലു മ്യൂട്ടാണ്. ഇല്ല, ഡൈനാമോ സാഗ്രബ്. തോമസ് ടൂക്കലിന്റെ കരിയറിൽ the worst match, tactically he failed right from start to end. Dynamo Zagreb എന്താ അറിയോ, they just squeezed us, clueless ആക്കി കളഞ്ഞു. കാരണം എന്തുകൊണ്ടെന്ന് അറിയാം, അവർക്ക് മനസ്സിലായി കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ these people are going to come in a 3-4-2-1 formation and we will lock them and wait and counter attack them. And that was one of the worst match. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ, the manager has to be prepared. The manager has to be prepared in such a manner that every moment it has to change എന്നുള്ളതാണ്. ഇത് I will just conclude by saying one thing. Hansi Flickന്റെ ഒരു ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. Hansi Flickന്റെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. A manager is somebody who comes on the pitch and who after 6 minutes finds his system has not worked and he changes the system. He is a successful manager എന്ന് പറഞ്ഞു. He changes the system after 6 minutes. കാരണം എന്താ അറിയോ, your opponent is also reading you. അപ്പോൾ അത്, if the formation is successful, let it continue, but don't think that that formation will be successful forever. Srikanth, you are on mute. Balu bro, your thoughts on it? Balu bro ne മനസ്സിലായോ? ഇപ്പോ അല്ല, എന്തായാലും നമ്മുടെ പോർട്ടർ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജനുവരി വിൻഡോ തുടർച്ചയായിട്ട് ബാക്ക് ഫോറിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം പുതിയ പ്ലേയേഴ്സിനെ അതിലേക്ക് അക്കോമഡേറ്റ് ചെയ്ത് നെക്സ്റ്റ് സീസണിലേക്ക് ഒരു പ്രിപ്പറേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പുള്ളിക്കാരൻ ബാക്ക് ഫോറിലേക്ക് മാറിയത്. പക്ഷെ എന്തുകൊണ്ടോ അത് വർക്കാവുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബാക്ക് 5 കളിച്ചിരുന്ന സമയത്ത് നമ്മുടെ മെയിൻ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ചിൽവൽ, റീസ് ജെയിംസ്.
അപ്പൊ ഈ 2 പേരായിരുന്നു ഈ സ്ക്വാഡിലത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ്. നമ്മളപ്പോ നമ്മുടെ എല്ലാ ബിൽഡപ്പും ഇവരുമായി അസോസിയേറ്റ് ചെയ്തിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ ബാക്ക് ഫോറിലേക്ക് പോയപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അത്രയും പുഷ് ചെയ്യാൻ പറ്റുന്നില്ല ഫ്രണ്ടിലോട്ട്. അപ്പൊ നമ്മുടെ ബിൽഡപ്പ് ഒക്കെ വേറൊരു രീതിയിലായി. ആൾക്കാർക്ക് അത് പെട്ടെന്ന് എന്തോ എവിടെയോ എല്ലാം നഷ്ടപ്പെട്ട പോലത്തെ ഒരു ഫീലിംഗ് ആയി. ഒന്നും അറിയാത്തൊരു പതർച്ച എന്ന് പറയില്ലേ, അത്. ട്രെയിനിങ് ഗ്രൗണ്ടിൽ പ്രിപ്പറേഷൻ നടത്തുന്നുണ്ടാവും, പക്ഷെ ഫീൽഡിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരപ്പോഴും സെൻട്രലിലുള്ള ആൾക്കാർ അപ്പോഴും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വിങ് ബാക്സിനെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം അവിടെ ആൾക്കാരില്ല, അവർക്ക് അത്രയും അഡ്വാൻസ് ചെയ്ത് വരാൻ പറ്റില്ല പണ്ടത്തെ പോലെ. കാരണം ബാക്ക് ഫോറാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറെ കളിയായിട്ട് റിപ്പീറ്റ് ആയി വന്ന് നടക്കുന്നില്ല. ഒരു ഒറ്റ ഏറ്റവും ബോട്ടം ഓഫ് ദ ലീഗ് എടുക്കുന്ന ടീമിനെ വരെ നമുക്ക് ഒരു തരത്തിലും ഒന്ന് ത്രട്ടൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ വരെ എത്തിക്കഴിഞ്ഞപ്പോ പോർട്ടർ തീരുമാനിച്ചു, എന്റെ ജോലി എന്തായാലും ഇനിയുള്ള കളികൾ ജയിച്ചില്ലെങ്കിൽ എന്റെ ജോലി ഏതാണ്ടൊക്കെ ഒരു തീരുമാനമാവും, പിന്നെ ഒരു തിരിച്ചുനോട്ടം ഉണ്ടാവില്ല. അപ്പോ അടുത്ത സീസണത്തെ പ്ലാൻ അല്ലേ, അത് അപ്പം നോക്കാം. ഇപ്പൊ എന്റെ ജോലി രക്ഷിക്കുക, ക്ലബിനെ തിരിച്ച് സ്റ്റെബിലൈസ് ചെയ്യുക. അതിന് ഏറ്റവും ബെസ്റ്റ് വഴി എന്താ, ക്ലബ് ഏറ്റവും കംഫർട്ടബിൾ ആയി കളിക്കുന്ന ഫോർമേഷനിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത്. അതുകൊണ്ടാണ് ബാക്ക് ഫൈവിലേക്ക് വന്നപ്പോ എന്തായി, അടുപ്പിച്ച് 2 കളി ജയിച്ചു. പെർഫോമൻസസ് ഏത് രീതിയിലും ആയിക്കോട്ടെ, നമ്മൾ ജയിക്കാൻ 16 കളിയില് 2 കളി ജയിച്ച ടീമാണത്. ആ ടീമാണ് ഇപ്പൊ അടുപ്പിച്ച് 2 കളി ജയിച്ചത് ബാക്ക് ഫൈവിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പൊ തന്നെ മനസ്സിലായില്ലേ എന്താണ് പ്രശ്നം എന്നുള്ളത്. ബാക്ക് ഫൈവിൽ നിന്നും മാറാനുള്ളൊരു മാനസികമായ അല്ലെങ്കിൽ എന്താ പറയാ മെന്റലി അതിനൊരു പ്രിപ്പറേഷൻ ഈ സ്ക്വാഡിലുള്ള ഒറ്റ പ്ലേയേഴ്സിന്, പുതിയത് വന്നവരായിക്കോട്ടെ പഴയതുള്ളവരായിക്കോട്ടെ, അവർക്ക് ആയിട്ടില്ല. ടുക്കലിന്റെ കയ്യിൽ അവർ ബാക്ക് ഫൈവ് ആദ്യം ട്രെയിൻ ചെയ്തു പ്രീ സീസണിൽ. അത് കഴിഞ്ഞ് പോർട്ടർ വന്നിട്ട് പുതിയതായിട്ട് വന്നപ്പോ പോർട്ടറും ആദ്യം ബാക്ക് ത്രീയിലാണ് കണ്ടിന്യൂ ചെയ്തത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് അവർക്ക് ഈ വേൾഡ് കപ്പ് കഴിഞ്ഞ് വന്ന് ബാക്ക് ഫോറിലേക്ക് ഒരു ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് അവർക്ക് അക്സെപ്റ്റബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല മെന്റലി. അപ്പൊ ആ ഒരു ബ്ലോക്കേജ് ഇപ്പൊ നമുക്ക് വേറെ യാതൊരു നിവർത്തിയില്ല, ബാക്ക് ഫൈവ് കണ്ടിന്യൂ ചെയ്ത് പോവാന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. ഈ ഫോർമേഷൻ മാറണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ഒന്ന് കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആയി പ്രീ സീസണിൽ അതിനുള്ള പ്രിപ്പറേഷൻ നടത്തിയായിരിക്കും ഏറ്റവും സേഫ്. അപ്പൊ ഇപ്പൊ ഇത് തുടർന്നു പോണതാണ് ഏറ്റവും നല്ലത്. ഷാജേട്ടാ, കമ്മിങ് മാച്ച് അഗൈൻസ്റ്റ് ലെസ്റ്റർ സിറ്റി ആൻഡ് അതിനുശേഷമുള്ള മാച്ച്, we will stick to this particular formation. What do you think about it? I mean, see, he should play with that same formation, but he need to try some other things on a challenge. എനിക്ക് ഇന്നലെ ഇത്തിരി ആശ്ചര്യപ്പെട്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല്, why did Pulisic come there? Why did Mudryk come? My thought process, ഞാൻ justify എന്നല്ല, എന്റെ thought process was he wanted somebody more experienced അല്ല, more experienced to handle that pressure എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു മെന്റൽ ജസ്റ്റിഫിക്കേഷൻ. That is my thought process. But ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീകാന്ത്, let's assume that we are going to face Napoli in the quarterfinals. We need 1 goal in 10 minutes. Will you bring Pulisic or will you bring Mudryk? That's Mudryk, no doubt. So why is he not trying that? ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാല്, see, when you have a squad of this nature, one of the most successful point of Roberto Di Matteo എന്ന മാനേജർ ആ ചാമ്പ്യൻസ് ലീഗ് 2012 അടിക്കാനുള്ള ഏറ്റവും വലിയ കാരണം, he was using every player and that had an advantage. So ചാമ്പ്യൻസ് ലീഗിലൊക്കെ when you have an opportunity to try out a player, it's a sort of an inspiration ആണ്. അപ്പം എനിക്ക് തോന്നുന്നു മുഡ്രിക്കിനൊക്കെ ഒരു ചാൻസ് കൊടുക്കായിരുന്നു. പുലിസിച്ച് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ റിട്ടേൺ സാഗയല്ലേ. ഡു യു തിങ്ക് ഈസ് ഗോയിങ് ടു സ്റ്റേ ഇൻ ദ ക്ലബ്? ഈസ് നോട്ട് ഗോയിങ് ടു സ്റ്റേ. ഞാൻ പണ്ട് മുതലേ ഇതിന് എതിരാണ്. ഈ പീപ്പിൾ ഹു ആർ ലീവിംഗ് യുവർ ക്ലബ് ഷുഡ് നോട്ട് പ്ലേ ഫോർ യുവർ ക്ലബ് അറ്റ് എനി പോയിന്റ്. അത് ഞാൻ ഇതാണ്, എന്തൊക്കെ ആയിക്കോട്ടെ, അവർ എക്സ്പീരിയൻസ് ആയിരിക്കും, ടാലന്റഡ് ആയിരിക്കും, സ്കിൽഫുൾ ആയിരിക്കും. കാരണം എന്താ പറയാ, അവരുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഇത് ചെയ്യില്ല. നമ്മൾ ഈ ഓഫീസുകളിൽ കാണുന്നത്, ഇപ്പൊ ശ്രീകാന്ത് ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇഫ് സംബഡി ഈസ് ഇൻ എ നോട്ടീസ് പീരിയഡ്, will you give him a project? No. And that's quite obvious. പണി കൊടുക്കാനായിട്ട് കൊടുക്കുക, അല്ലാണ്ട് ജെനുവൻലി കൊടുക്കൂല. അത്രേ ഉള്ളൂ. അപ്പോ ഇത് എനിക്കത് മനസ്സിലാവാത്തത്, why is he not playing Mudryk? He should have played Mudryk. I was surprised on that point. Hebar, to that question to you, why not Mudryk, why Pulisic? Number 1 point. Second, do we see this formation going forward? സെയിം. ഐ തിങ്ക് പൊലിസിച്ച് വന്ന ടൈമിലുള്ള കുറച്ച് പാരലൽസ് ഉണ്ട് വിത്ത് മുഡ്രിക്. പൊലിസിക്കിന് മറ്റേ ടീമിനെ സെറ്റ് ആവാൻ കുറച്ച് സമയം എടുത്തു. ആൻഡ് ഐ തിങ്ക് കുറെ പേര്, ഐ തിങ്ക് എസ്പെഷ്യലി US ഫാൻസ്, ലാംപാർഡ് നല്ല തെറിയായിരുന്ന ടൈമിൽ വൺ ഓഫ് അവർ ബെസ്റ്റ് പ്ലേയേഴ്സ്, ക്യാപ്റ്റൻ വൺ ഓഫ് ദ US ടീം, വൈ ഇസ്ന്റ് ഹി പ്ലേയിങ് റെഗുലർ. പിന്നെ വന്ന് ടീമായി സെറ്റ് ആയപ്പോൾ ഐ തിങ്ക് ഫിസിക്കലി ഓൾസോ ഹി ഇംപ്രൂവ്ഡ്. ഹി വാസ് ഏബിൾ ടു ജെൽ വിത്ത് ദ എൻറ്റയർ സ്ക്വാഡ്. ആ ഒരു സെയിം സമയം മുഡ്രിക്കിനും കൊടുക്കണം എന്നാണ്
he hasn't played competitive football since November, and there's a huge difference between fitness and match fitness. ഒരു എന്താ പറയാ, ഒരു ആക്ച്വൽ മാച്ചിന്റെ എല്ലാ ഡിമാൻഡ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിറ്റ്നസ് വിൽ ഓൺലി കം വിത്ത് ഐദർ എ പ്രോപ്പർ പ്രീ സീസൺ, ഇല്ലെങ്കിൽ റെഗുലർ ആയ ഒരു 1 month 2 month കളിക്കുമ്പോഴേ വരുള്ളൂ. ഐ തിങ്ക് വി ക്യാൻ ഗിവ് മുഡ്രിക് ദാറ്റ് ടൈം. ഇഷ്ടംപോലെ സമയമുണ്ട്. ഒരു ഈവൻ ബൈ ഐ തിങ്ക് അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും ടീം ഈ സെറ്റ് ആയാൽ ഐ ഡോണ്ട് think that's too much of an issue. I'm just ഷാജിയേട്ടൻ പറഞ്ഞ പോയിന്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യാണ്. Makes sense, but I think ZH in the കാര്യം is very clear. He's out. Aubameyang is out. He's not getting played. So Pulisic is also be out. He also not going to play. But why you keep insisting playing on them? ഇല്ല, പുലിസിക്കിന്റെ ഐ തിങ്ക് പുലിസിച്ചിന് പിന്നെ ഒരു ദർ ഇസ് എ ചാൻസ് ഹി മൈറ്റ് സൈൻ എ കോൺട്രാക്ട്. ഒരു പോട്ടർ വന്ന ടൈമിൽ ക്ലീൻ സ്ലേറ്റ് ആണ്, എവറി പ്ലെയർ വിൽ ഗെറ്റ് എ ചാൻസ് എന്നൊക്കെ പറഞ്ഞ് ഐ തിങ്ക് Pulisic, especially because the owners are American, they're trying to expand their fan base in the US. Pulisic might get another chance to impress Graham Potter. This season, multiple demands. We have to improve our league form. Games, but I still think everyone will get a free slate and a chance to impress. I'm very confused because PSG loan almost document he started the very next game. And I'm still ഇഷ്ടം പോലെ ആൾക്കാർ ഊക്കാറുണ്ട് that I rate every player, but against yes, I think I was a fan before he came to Chelsea. I'm still a fan. ആളുടെ ആറ്റിറ്റ്യൂഡ് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, people say, but I think he's on his day is a very very good player. Even if he gets set to contract, ഞാൻ പരാതി ഒന്നും പറയുന്നില്ല, but I think pre-season we'll see lot of departures. അപ്പോൾ ഒരു കറക്റ്റ് ഐഡിയ കിട്ടും Potter wants and who he doesn't. Hello bro, what your thoughts on this? ഈ പറയുന്ന പോലെ തന്നെയാണ്. എനിക്ക് പല നേരത്തും കൺഫ്യൂഷനാണ്. കാരണം CH പോവാനിരുന്നിരുന്ന ആളാണ്. PSG എന്താ പറയാ, ഒരു ചെറിയൊരു ടൈമിന്റെ വ്യത്യാസം കൊണ്ട് മാത്രമാണ് ആ 3 നടക്കാണ്ടിരുന്നത്. അപ്പൊ അതൊന്ന്. പുളിസിക്കിന്റെ ന്യൂസ് ഞാൻ കേട്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈമൺ ഫിലിപ്സിന്റെ തോന്നുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നു that we were supposed to sell him if he wasn't injured. അങ്ങനെ എന്തോ റിപ്പോർട്ട് കണ്ട പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പോ ആ ഒരു 2 കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പോട്ടർ ഇവരിപ്പോ കളിപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരമില്ല. എക്സ്പീരിയൻസിനായിരിക്കാം, എന്തുകൊണ്ടാണ് എന്നാലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് നോ ഐഡിയ. കാരണം അത് പോട്ടറിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ പോട്ടറിനെ ഞാൻ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ പറഞ്ഞിരുന്ന പ്രധാന കുറച്ച് പോയിന്റുകളിൽ ഒരു പ്രത്യേക പോയിന്റ് ആണിത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള പേര് കൊണ്ട് മാത്രം ക്ലബിൽ യാതൊരുവിധ ഫ്യൂച്ചർ ഇല്ലാത്ത പ്ലേയേഴ്സിന് ഗെയിം ടൈം കൊടുത്തോണ്ടിരിക്കുക. പുതിയതായിട്ട് വന്നിട്ടുള്ളവരെ കംപ്ലീറ്റ്ലി ബെഞ്ച് ചെയ്യുക. പക്ഷേ ഇപ്പൊ ഇന്നലത്തെ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്കതിലൊരു പ്രതീക്ഷ തോന്നി പെട്ടെന്ന്. കാരണം യൂക്കുറയ ഭയങ്കര അധികം ക്രിറ്റിസിസം കേട്ടോണ്ടിരുന്ന ഒരു പ്ലെയർ ആണ്. എല്ലാവരും ഫാൻസ് ആണെങ്കിലും മീഡിയ ആണെങ്കിലും എല്ലാവരും പിന്തുടർന്ന് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആണ്. യൂക്കുറയനെ 3 മാച്ച് കംപ്ലീറ്റ്ലി സ്ക്വാഡിൽ നിന്ന് എടുത്ത് മാറ്റി തിരിച്ചു വന്നപ്പോ മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ്. ചിലപ്പോ അതുപോലെ എന്തെങ്കിലും ഈ പുതിയ പ്ലേയേഴ്സിന്റെ കയ്യിൽ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കാം അവരെ സൈഡ് ലൈൻ ചെയ്തിരിക്കുന്നത്. അവർ റെഡി എന്ന് തോന്നുന്ന നേരത്ത് അവരെ ഡിപ്ലോയ് ചെയ്യാനായിരിക്കാം, സോ ദാറ്റ് അവരുടെ കോൺഫിഡൻസ് ഇനിയും ട്രെയിൻ ആവില്ല. അങ്ങനെയാണെങ്കിൽ മൂവ് വെൽ ഡൺ. അതല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ആൻസേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്റെ എക്സ്പെക്ടേഷൻ അത് തന്നെയാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ തോന്നുന്നതും ലെസ്റ്ററിന്റെ കൂടെ മുഡ്രിക്ക് ഡെഫിനറ്റ്ലി 100% സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി അത്ഭുതപ്പെട്ടു പോകും. കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മൾ 3-4 മാച്ച് ബെഞ്ച് ചെയ്ത് കഴിഞ്ഞു. അതിൽ 2 മാച്ച് നമ്മൾ ഇറക്കിയിട്ടേ ഇല്ല. ഇനി ലെസ്റ്ററിന്റെ കൂടെ വരുന്ന മാച്ചും കൂടി ഇറക്കിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി പോയിന്റ്ലെസ് ആവും. 100 മില്യൺ അടുത്ത് കൊടുത്തൊരു പ്ലെയറിനെ വാങ്ങിയിട്ട് ഒട്ടും യൂസ് ചെയ്യാത്ത പോലെയൊക്കെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് that doesn't make sense. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കാതെ ഒരാൾ ഇമ്പ്രൂവ് ആവുന്നത് വിശ്വസിക്കുന്ന ഒരാളല്ല. ഊക്കുറയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയർ ലീഗിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആണ്. സോ ഹീ നോ. അപ്പൊ പക്ഷെ മുഡ്രിക്ക് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പ്ലെയർ ആണ്. അപ്പൊ അവൻ ബെഞ്ചിലിരുന്നു കൊണ്ട് കളി പഠിച്ച് വന്ന് പെട്ടെന്ന് ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഹി ഹാസ് ടു പ്ലേ. സോ അഗൈൻസ്റ്റ് ലെസ്റ്റർ ഡെഫിനറ്റ്ലി ഹി ഹാസ് ടു സ്റ്റാർട്ട്. ഷാജേട്ടാ, wild question, pretty wild question. Some influence of Todd Boehly on this decision? Bullshit. There is no influence of Todd Boehly. Todd Boehly is not a nonsense of a owner to do that. I completely disagree with Heber. Heber says that this Mudryk lacks match fitness. So does that mean Heber is telling that Pulisic, who has not played and injured for the last 3 months, is now match fit? I don't think so. If somebody is physically fit, then he should play in the match. I don't think Pulisic is match fit. It does not defy the logic. Avada logic illa. Adu bhayakara irrational aanu. See, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എൻസോ ഫെർണാണ്ടസ് വന്നോടനെ സെറ്റ് ആയല്ലോ. Then why are you not giving Enzo also time? Play Kovacic, play Ruben Loftus-Cheek,
let Enzo play next Enzo season. പോർച്ചുഗീസ് ലീഗ് കളിച്ചിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഐ തിങ്ക് ഹി വാസ് ഇൻ ദ സ്ക്വാഡ് ഈവൻ ഫോർ ബെൻഫിക്കയുടെ 1-2 കളി. അല്ല ഹെബർ അതെന്താ പറയാ, ഞാൻ തർക്കത്തിന് വേണ്ടി പറയല്ല. ഒരു കോച്ചിങ് പെർസ്പെക്ടീവിൽ ഞാൻ കാണുന്നത് എന്താ പറയാ, എ പ്ലെയർ ഗെറ്റ്സ് മാച്ച് ഫിറ്റ്. I repeat, a player gets match fit when he gets minutes in his boots. Adu Balu parnadu correct aanu. You must get minutes in his boots. He is physically fit. If a Hebber and a player aanengil, I play 10 minutes, 20 minutes, 30 minutes, you gain match fitness in his boot. But by making Mudrik sit on the bench and telling that next season avane set aakan nu parnju kayinale മാന്ത്രിക കോലൊക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് ഓം നീ എന്നൊക്കെ ഒന്ന് മന്ത്രമൊക്കെ ചൊല്ലി അയാളെ വേണം ഇതാക്കി വിടുക. അതൊന്നും അങ്ങനെയൊന്നും ആവുന്നില്ല. He has to play every 10-20 minutes because that's where the player changes. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. Did anybody go and watch the Manchester United website and see how Chelsea won that 3-1 game against Manchester United development team? You go and see Gabriel Solina in that match. Solina looks completely different to the first match he played against Leicester in the development team. Why? Because he's playing every week. You have to play that player to gain that match confidence and match fitness. അല്ലാതെ ബെഞ്ചിൽ ഇരുത്തിയിട്ട് അലങ്കരിച്ച് പൗഡർ കുട്ടിക്കൂറ പൗഡറും മുടിയൊക്കെ ചീവി നല്ല എണ്ണയൊക്കെ തേച്ച് രാത്രിയൊക്കെ ഇട്ട് നല്ല ഇതൊക്കെ ആക്കിയിട്ട് അവിടെ വന്ന് ഇരുത്തിയുണ്ടെന്ന് മാച്ച് ഫിറ്റ്നസ് കിട്ടില്ല. എബർ പറഞ്ഞ ആ പോയിന്റിൽ ഞാൻ യോജിക്കില്ല ഒരു കോച്ചിങ്ങിൽ. കാരണം ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് റീഗെയിനിങ് യുവർ റീഹാബിലിറ്റേഷൻ ആൻഡ് റിക്യൂപ്പറേഷൻ ആണ്. Match fitness, you have to be on the pitch, and for that he has to give. And to your question, Srikanth, I don't think Bolu is involved in this. He is an hands-on owner and he wants to know what's happening. He wants to know. Adoru enthusiasm kondu cheyyunnanu, but I don't think he will involve in selection. Adile full freedom Potterkenna undu. Pulisic should not have come. Ipo Balu parna point il Leicester inde kuda I would definitely play Mudrik, because Leicester is not a good team. A struggling team. They are not playing good football. You should go them and whack them. You should easily beat them at least by 2 goals. And Mudrik should start. You give him 45 minutes. If the guy doesn't play, you bring Sterling. What's the problem? Heba, Mudrik against Leicester start idilla annanengil you will be surprised. For sure. I think Felix in our restoration day. Sterling, I think, has played 2 matches on the bounce, if I'm not wrong. Appo wingers എന്തായാലും I think ഒരു മാറ്റം ഉണ്ടാവും. And Pulisicന്റെ ഒരേ ഒരു പോയിന്റ് സാധ്യത പറഞ്ഞാൽ I think Pulisic has been through the entire pre-season ആ ഒരു സൈക്കിൾ കടന്നു വന്ന ഒരു പ്ലെയർ ആണ്. I think he's coming back from injury, valid point. Might be why അല്ല ഞാൻ പറയുന്നത് he is not a good player എന്നല്ല. He is a good player, but success of that player is not there because he ഇല്ല മനസ്സിലായി. I think Mudrikന് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. I think he should have gotten time, but yeah, I think ബാലുബ്രോം പറഞ്ഞ പോലെ Leicester against I think Mudrik will start. I think Castagna is playing on that wing and കുറച്ച് attacking minded fullback ആണ്, and at least pace wise he can't match up with Mudrik. അപ്പോൾ Mudrik for sure should start versus Leicester. And Leicester in general മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലെസ്റ്റർ അങ്ങനെ ഒരു ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ വെസ്റ്റ് ഹാമിനെ പോലെ ഒരു പാർക്ക് ബസ് കളിക്കുന്ന ഒരു ടീമല്ല. കുറെ സ്പേസ് അവിടെ വിടുന്ന ഒരു ടീമാണ്. അപ്പൊ മുഡ്രിക്കിന് ഒരുപാട് ഓടിക്കയറാനുള്ള സ്പേസ് ഉണ്ടാവുന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു മാച്ചിലും കൂടി മുഡ്രിക്കിന് ഇറക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലാക്കാൻ പറ്റും ഇത്രയും നേരത്തെ സ്ട്രഗിൾ കാരണം കഴിഞ്ഞ 2 മാച്ച് എക്സ്പെരിമെന്റ് ചെയ്തില്ല പുള്ളിക്കാരൻ, എക്സ്പീരിയൻസ് വെച്ച് പോയി. ഓക്കെ, ദാറ്റ്സ് ഓവർ റൈറ്റ് നൗ, ദാറ്റ്സ് ഔട്ട് ഓഫ് ദ വേ. ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പുതിയ ആൾക്കാർക്കും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ് ഉണ്ടല്ലോ. ഈ സീസൺ ഒട്ടും ഫീച്ചർ ചെയ്യാണ്ട് നമുക്കിനി വരാൻ പോകുന്ന ഇമ്പോർട്ടന്റ് മാച്ചസ് ആണ്. ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ വരും. ആ ടൈമിലൊക്കെ ഈ പറയുന്ന പ്ലേയേഴ്സിനൊക്കെ നമുക്ക് അത്യാവശ്യം വരും. മുഡ്രിക്കൊക്കെ നല്ല ടോപ്പ് ഫോമിൽ വേണ്ടി വരും. കാരണം അപ്പൊ നമുക്ക് ഒരു റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ പോലെ നാപ്പോളി ഇങ്ങനത്തെ മാഞ്ചസ്റ്റർ സിറ്റി എത്രയോ നല്ല ടീമുകളുണ്ട്. ഇവരുടെ കൂടെ ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഫോമിൽ വേണം. അപ്പൊ അതിലേക്കുള്ള പ്രിപ്പറേഷൻ എന്നുള്ള നിലയ്ക്കെങ്കിലും ഇവർക്ക് റെഗുലർ ഗെയിം ടൈമും നെക്സ്റ്റ് മാച്ച് തൊട്ട് എന്ന് പറഞ്ഞാൽ ലെസ്റ്റ് തൊട്ട് കൊടുത്ത് തുടങ്ങിയേ പറ്റൂ. ഇനി അധികം ടൈമും ഇല്ല. ഇനി ടപ്പടപ്പടപ്പ എന്ന് പറഞ്ഞിട്ടാണ് മാച്ചസ് വരിക. അപ്പൊ നമുക്ക് എന്തായാലും ഇനി സമയം കളയാനുള്ള എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് തുടങ്ങണം. മാത്രമല്ല ശ്രീകാന്ത്, ഇതിൽ വേറൊരു എടുത്തു പറയേണ്ട കാര്യം മസ്റ്റ് വിൻ ഗെയിമാണ് ലെസ്റ്റർ. കാരണം എന്താ അറിയോ, that defense of both players, the Belgium international right now in the middle, I think he's played only 1 game for Belgium national team, and then Harry Souther, the Australian international.
They're totally inexperienced. Then on the right side, you got the Portuguese Pereira. On the left, you have got Castegan. Except Castegan, that entire defense is totally inexperienced. And a player like Mudryk will have a good time if you give him a chance. Leicester is struggling because their centre-back pairing of both Fayers and Harris Kothar are not experienced. They're just 23, 25-year-old and they don't have that potential to challenge at the highest level. அடுத்த season ചിലപ്പോൾ നന്നായി കളിക്കായിരിക്കും. You look at the middle of the park. They don't have players of that kind. They have Drewsbury Hall. They got Mendy. I mean, they're all players who by Chelsea standard, Kovacic, Kante, and Enzo should dominate. And you should score goals. ഞാൻ ഇന്നലെ പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഒരാൾ ഡേവിഡ് എന്ന് പറഞ്ഞ ആൾക്കാർ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കറക്റ്റ് അല്ലേ? I said that if Chelsea score in the first half, they will go and score one more in the second half and they will win it. Same is the case with Leicester. You must hit them in the first 30 minutes. Bloody hit them. Hit them with the goal on the 30 minutes, game over. എന്താ അറിയോ 30 മിനിറ്റിൽ ലെസ്റ്റർ ഗോൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സീസണിൽ ഒരൊറ്റ കളിയെ തിരിച്ചു വന്നിട്ടുള്ളൂ. They have not come back. So എന്താ പറയുക, അത് ആദ്യം തന്നെ ആ പ്രഷർ പോണം. ഹൈ പ്രസ് കളിച്ച് ബാലു എപ്പോഴും പറയും പ്രസ് കുറവാണ്, പ്രസ് വേണം. പ്രസ് ചെയ്ത് ബോൾ എടുത്ത് ആ ഇൻഎക്സ്പീരിയൻസ് ഡിഫൻസിനെ ഹിറ്റ് ചെയ്താണോ 30 minutes, game over. കാരണം എന്താ പറയുക, then Brendan Rodgers has to come at us. That's where we will exploit. Leicester is a must-win game. അതിൽ ഒരു സംശയവും വേണ്ട. Speaking of Leicester must-win game, Balu bro, Potter has the time with him, or is he still under pressure? എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് 2 ഗെയിംസ് തന്നെയായിരുന്നു സമ്മർ വരെ പുള്ളിക്കാരൻ ഈ ജോബ് EPU ഇല്ലയോ എന്നുള്ളതിന്റെ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അത് രണ്ടും കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇനി നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് കീപ് ദ ജോബ് ടിൽ ദ സമ്മർ. എനിക്ക് അതാ തോന്നുന്നത്. കാരണം ഇനിയിപ്പോ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ലെന്നേ. എന്താ പറയാ, ഇപ്പൊ പോട്ടർ പോയി ഇനി പറഞ്ഞ ഒരു സീരീസ് ഓഫ് ഡിഫീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു 2, 3, 4, 5 ഇന്ന് റോ വരികയാണെങ്കിൽ ഓക്കെ, പിന്നെയും ന്യൂസ് വരാൻ തുടങ്ങും, പിന്നെയും പ്രഷർ കയറും. പക്ഷെ ഇപ്പൊ ഒരു മൊമെന്റ് ഉണ്ട്, ഇനി അങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് തോന്നുന്നില്ല. ഇനി എങ്ങാനും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദി എൻഡ് ഓഫ് പോട്ടർ. കാരണം എന്താണെന്നറിയോ, ഒരു റിക്കവറി വരുന്ന നേരത്തെ ഒരു ടീം പിന്നെയും കുത്തണ പോലെ ഡൗൺ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അധികം കേട്ടുകേൾവില്ലാത്തൊരു സംഗതിയാണ്. ദാറ്റ് മീൻസ് മെന്റാലിറ്റി കീപ്പപ്പ് ചെയ്യാൻ നമ്മൾ സ്ട്രഗിൾ ചെയ്യാന്നുള്ളതാണ്. അത് മാനേജറിന്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും വലിയ ഇൻപുട്ട് വരുന്നത്. അപ്പൊ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇക്കാലത്ത് നിന്നല്ല എക്കാലത്ത്. ഇപ്പൊ ഷാജിയേട്ടൻ ഇടയ്ക്ക് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇന്നലെയും പുള്ളിക്കാരൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടു. ഷാജിയേട്ടൻ ഓർമ്മയുണ്ടാവും, ഗ്രഹാം പോട്ടർ എന്ന് പറയുന്ന മനുഷ്യൻ ചിലപ്പോൾ ചെൽസിനെ നല്ല രീതിയിലുള്ള ഫുട്ബോൾ കളിപ്പിക്കുകയായിരിക്കും. ഇനി പ്രീ സീസൺ കിട്ടി, അടുത്ത സീസൺ എത്രയോ ബെറ്റർ ഫുട്ബോൾ കളിപ്പിക്കുകയായിരിക്കും. പക്ഷെ ഗ്രഹാം പോട്ടർ എന്ന് പറയുന്ന മാനേജർ പെപ് ഗാർഡിയോള, ജർഗൻ ക്ലോപ്പ്, ടെൻ ഹാഗ് എന്നിവരോട് കമ്പീറ്റ് ഇവരോട് കമ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രീമിയർ ലീഗ് ട്രോഫി ജയിക്കും എന്ന് ഷാജിയേട്ടൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മെന്റാലിറ്റി ഈ മാനേജർ കാണിക്കണം. ഇപ്പൊ 2 കളി ജയിച്ചത് നമുക്ക് അങ്ങനൊരു മെന്റാലിറ്റി കാണാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അത് നമ്മുടെ മോശം ഫോമിൽ ഒരു റിക്കവറി അല്ലെങ്കിൽ പ്രോഗ്രസിലേക്ക് ഒരു ചവിട്ടുപടി എത്രയോ ആയിട്ടുള്ളൂ. നമ്മളൊരു മെന്റാലിറ്റി എത്രയോ കാണിക്കാതിരിക്കുന്നു. അത് കണ്ടാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ ഗ്രഹാം പോട്ടറിൽ 100% കോൺഫിഡൻസ് അർപ്പിക്കാൻ പറ്റുള്ളൂ. അത് പറ്റണം എന്നുണ്ടെങ്കിൽ ഈ സീസണിലത്തെ UCL ക്യാമ്പയിനാണ് അത് ഏറ്റവും കൂടുതൽ പുള്ളിക്കാരൻ യൂസ് ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ പ്രീമിയർ ലീഗില് ഞാൻ പറഞ്ഞില്ല എല്ലാ കളിയും ജയിക്കാന്നല്ല ആവശ്യപ്പെടുന്നത്, പക്ഷെ എംബാരസിംഗ് ആയിട്ടുള്ള റണ്ണ് അത് ഒഴിവാക്കുക ഈ ട്രാൻസിഷന്റെ സമയത്ത്. എന്നിട്ട് ചാമ്പ്യൻസ് ലീഗിൽ നല്ല ലെവലിൽ പെർഫോം ചെയ്യുക, നല്ല രീതിക്ക് കളിക്കൂ. എന്നിട്ട് പുറത്താണെങ്കിൽ ആയിക്കോട്ടെ, ആരും കുറ്റം പറയാൻ വരില്ല. കാരണം നമുക്കറിയാം ഈ ടീമിന്റെ സ്റ്റേറ്റ് എന്താണ്. നമ്മുടെ മാനേജർ പുതിയൊരാളാണ്, ഐ മീൻ ബിഗ് ക്ലബിൽ പുതിയൊരു അറൈവലാണ്. അതേപോലെ ഒരുപാട് ന്യൂ പ്ലേയേഴ്സ് ഉണ്ട്, ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വരുന്ന പ്ലേയേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യം. അത് കാരണം നന്നായി കളിച്ചിട്ട് പുറത്തു പോകുന്നത് ഒരു വിരോധമില്ല. പക്ഷെ നമ്മൾ നല്ലപോലെ കമ്പീറ്റ് ചെയ്യണം. ഇന്നലെ ചെയ്ത പോലെ തന്നെ ഡോട്ട്മണ്ടിന്റെ കൂടെ ഓവർ 2 legs നമ്മൾ തന്നെയാണ് നന്നായി കളിച്ചിട്ടുള്ളത്. അപ്പൊ അതുപോലെ നല്ല രീതിക്ക് പെർഫോം ചെയ്യുക ചാമ്പ്യൻസ് ലീഗിൽ. അതുപോലെ ലീഗിൽ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ഫോം തുടർന്നുകൊണ്ട് പോവുക. എന്നിട്ട് ബാക്കി അടുത്ത സീസണിൽ നമുക്ക് നോക്കാം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. താങ്ക് യു സോ മച്ച് വിനീത് ഫോർ ദ സൂപ്പർ ചാറ്റ്. ഷാജിയിലേക്ക് വരാം. ഹെബാർ, Potter has the time with him for this entire season. Thanks Vineet bro once more. Definitely. ഇപ്പോ ബാലു ബ്രോ പറഞ്ഞ സെയിം തന്നെയായിരുന്നു. ആ മൂഡ് തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആയി. ഇന്നലെ ട്വിറ്ററിൽ കയറി നോക്കുമ്പോൾ പോട്ടർ തന്തയിൽ വിളിച്ചിരുന്ന ആൾക്കാർ ഇപ്പൊ മൈ മാനേജർ ആയിരുന്നു, നെഞ്ചും പിടിച്ച് അത്രയും സ്നേഹം കൊടുക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ക്വാർട്ടർ എങ്കിലും വാസ് എ ബെയർ മിനിമം ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. അതും അടുത്ത സീസൺ മോസ്റ്റ് പ്രോബബ്ലി വി വോണ്ട് ഹാവ് ചാമ്പ്യൻസ് ലീഗ് സാഡ്ലി. ഇപ്പൊ ഒരു ഡീപ്പ് റൺ ഇൻ ടു ഇപ്പൊ ഒരു ഈ കളി പ്രൊവൈഡഡ് വി ഗെറ്റ്
ഒരു റീസണബിളി ഈസി മാച്ച്. ഇപ്പൊ സ്പോർട്ടിംഗ് ലിസ്ബൺ അല്ല, സോറി, ഇഫ് വി ഗെറ്റ് a reasonably easy match, there's no reason why we can't go into ബെൻഫിക്ക അല്ലേ? ബെനിഫിറ്റ് ഇല്ലെങ്കിൽ ഇനി ഒരു കുറച്ച് റീസണബിളി ഒരു അത്ര ബുദ്ധിമുട്ടില്ലാത്ത ഒരു അക്കൗണ്ട് കിട്ടുകയാണെങ്കിൽ വി മൈറ്റ് ഒരു വൺ ഓഫ് മാച്ച് ആയതുകൊണ്ട് എവറി പോസിബിലിറ്റി. അതും ഷാജിയേട്ടൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞുതരാം. ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലാണ്, ഒന്നും എളുപ്പമായിരിക്കില്ല. ശരിയാണ്, കമ്പാരിറ്റീവ്ലി നമുക്ക് എളുപ്പം എന്ന് വെച്ച് നോക്കിയെടുക്കാം. പക്ഷെ ഇപ്പൊ പറയാൻ പറ്റില്ലെന്നേ. ഈ ഒരു ടേമിൽ എത്തിക്കഴിഞ്ഞാൽ, ഫൈനൽ 8 എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ബാധ കയറിയുള്ള പെർഫോമൻസ് ആയിരിക്കും ചില ടീംസ്. അത്രയും വാശി കയറും, കാരണം അവർക്ക് കോൺഫിഡൻസ്. ഈ ചെറിയ ടീമുകളൊക്കെ ഈ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ഫോർ എക്സാമ്പിൾ ലൈക്ക് ബെൻഫിക്ക, FC പോർട്ടോ, അങ്ങനെയുള്ള ടീമുകളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വല്ലാത്ത വാശിയായിരിക്കും. കാരണം അവർ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോൾ അതുവരെ എത്താനായിട്ട്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉള്ളിലുള്ള ഒരു വിശ്വാസമാണ്. പക്ഷേ നമ്മൾ FC പോർട്ടോന്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് വിന്നിംഗ് ക്യാമ്പയിനിൽ നമ്മൾ ജയിച്ചെങ്കിലും ആ രണ്ടാമത്തെ മാച്ചിൽ പോർട്ടോന്റെ എമ്മാതിരി കളിയായിരുന്നു എന്നറിയോ. അവരാണ് ജയിച്ചത്, 1-ലാണ് അവർ ജയിച്ചത് സെക്കൻഡ് ലെഗ്. പക്ഷെ സ്റ്റിൽ ഞാൻ പറയാണ്, അവർക്ക് അവരുടെ മെന്റാലിറ്റി ഉണ്ടായിരിക്കും. നോ മാച്ച് വിൽ ബീച്ച്. അതുപോലെ നമ്മൾ 2012 ജയിച്ചപ്പോഴും നമ്മൾക്ക് സെമിഫൈനൽ അല്ല, ക്വാർട്ടർ ഫൈനലിൽ ബെൻഫിക്ക ആയിരുന്നു. ആ റൗൾ മെറാലസ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ മാച്ചും എന്തായിരുന്നു? അതെ, ആ മാച്ചും സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ സെക്കൻഡ് ലെഗ് നടക്കുമ്പോൾ ആ ഒരു 75th മിനിറ്റിലെങ്ങാണ്ട് റൗൾ മെറാലസ് അടിക്കണത് വരെ പിൻ പോയിന്റിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. 2 ഗോൾ ഡിഫറൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു. അത്ര ഇന്റൻസിറ്റി ആയിരുന്നു ബെൻഫിക്കയ്ക്ക്. അപ്പൊ നമുക്ക് ഒറ്റ മാച്ചും അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല. എല്ലാം ഒരു കണക്കൊക്കെ തന്നെ ആയിരിക്കും. ഒരു റെഡ് ഡെവിൾസ് എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനാന്നുള്ളത് വളരെ മനോഹരമായിട്ട് കണ്ടറിയാം. പക്ഷെ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സപ്പോർട്ട്. എടുത്തു പറയണം, താങ്ക്സ് ഈവൻ വിനീത്, വീണ്ടും ഞാൻ എടുത്തു പറയണം, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഷാജിയേട്ട, കമ്പയറിംഗ് ദീസ് 2 points of ബാലു ബ്രോ ആൻഡ് ഹെബാർ ബ്രോ, ശ്വാസം വിടാനുള്ള സ്പേസ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അയാളുടെ കരിയർ ഷുവർ ആണോ ചോദിച്ചാൽ ഇല്ല. ബാലുവും ഹെബറും ഓർക്കുന്നുണ്ടാവും. Jose Mourinho was asked in an interview that what is your biggest challenge? He said, my biggest ambition is to win the next match. And you ask me after that match, I will tell you my biggest ambition is to win the next match. അത്രേ ഉള്ളൂ. കോച്ചിനെ സംബന്ധിച്ചോളം you win every match. You don't plan long term. Every team is going to be strong on that point. ഇതിൽ ഏറ്റവും വലിയ ചാലഞ്ച് എവിടെയാണെന്നറിയോ ശ്രീകാന്ത്? let us not forget one thing. Last season we finished with 74 points. Last season, City and Liverpool neck and neck, they fought 93 points to win the title. Before that, if you actually look at it, അതിന്റെ മുന്നിലത്തെ സീസണിൽ 3 ടീം 80 പോയിന്റോളം വന്നിട്ടാണ് ലീഗിന്റെ ടോപ്പ് 3 സ്ഥാനം എടുക്കുന്നത്. Chelsea at 74 points is now standing at 34 points, 40-point gap. Forget about the other teams. Inside the team itself, there is a 40-point gap. If Potter wants to win the Premier League, standard പറയുന്നത് കഴിഞ്ഞ 5 വർഷത്തിൽ you need to get minimum 85 points. Anything less than 85 points, you will not win the Premier League. അപ്പോൾ ഫ്യൂച്ചർ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല പോട്ടറിനെ സംബന്ധിച്ചോളം. He has got a breathing space. One match at a time. Focus on Leicester, focus on Everton. Now, I will tell you one important aspect of this. If ഇതെന്റെ ഒരു പ്രഡിക്ഷൻ ആണ് കേട്ടോ, നീ പ്രഡിക്ഷൻ ആയിട്ട് തന്നെ എടുത്തോ. ഇന്നലെ ഒരുപാട് പേര് ഞാൻ ബൊറുസിയയുടേത് കുറെ ട്രോൾ എനിക്ക് വന്നു. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ഹാഫിൽ ഒരു ഗോൾ അടിക്കും, സെക്കൻഡ് ഹാഫിൽ അടിക്കും, അതിനെ ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ല. അത് അങ്ങനെ തന്നെയാണ്. എപ്പോഴും നമ്മള് കുമ്മായം തേക്കുമ്പോൾ കുമ്മായത്തിലുള്ള വെള്ളത്തിനെ പറ്റി ചിന്തിക്കില്ല, കുമ്മായം കലക്കേയുള്ളൂ, ഇങ്ങനെ കലക്കി വരികയുള്ളൂ. എന്റെ ഒരു പ്രഡിക്ഷൻ എന്താന്ന് പറയട്ടെ, ഇഫ് ചെൽസി ഗെറ്റ് എ ബിഗ് ടീം, ഐ റിപ്പീറ്റ്, a big team in the quarterfinals, let it be PSG, Manchester City, Napoli. This മൂന്നാണ് എൻ്റെ big team. I don't consider Real Madrid as crime because they are struggling. They are big time struggle ആണ് ഇത് മൂന്നാണ്. They are not going to win anything. ഇപ്പൊ ഈ പറഞ്ഞതിന് ഇനിയിപ്പോ കേൾക്കാൻ പോണ 2 ആഴ്ചത്തെ തെറി നമ്മുടെ സ്കേണ്. സോറി, റിയൽ മാഡ്രിഡ് ഫാൻ ക്ഷമിക്കുക. ഞാൻ റിയൽ മാഡ്രിഡ് സ്ട്രഗ്ലിംഗ് എന്നാ പറഞ്ഞുള്ളൂ. നമ്മൾ പറയുന്ന കഴിഞ്ഞ കൊല്ലത്തെ ചാമ്പ്യൻസ് ഈ 3 ടീമിൽ നാപ്പോളി, PSG, മാഞ്ചസ്റ്റർ സിറ്റി, we must get one of these teams in the quarterfinals. എന്താണെന്നറിയോ, if we can beat those kind of teams, the momentum towards the semi-final is ideal. Perfect. That's the challenge we'll have. എന്താണെന്നറിയോ, നമ്മുടെ പ്ലേയേഴ്സിന് ആ ഒരു ചാലഞ്ച് ആവശ്യമാണ്.
When the chips were down, we showed that we can go and win against Borussia. Likewise, you give the best team. The favorites for the Champions League this season of all the teams is, I would put Napoli in the front. So if you give me a team, I would pick Napoli. Napoli in the attacking frame. Let them beat them. Let us beat the favorites and then go to the semi-finals. Real Madrid is struggling now. From that perspective, he was speaking about just to be really clear. Real Madrid is a big team and Chelseakaaran പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് സ്ട്രഗിൾ ചെയ്യാണ് ഇപ്പോഴത്തെ ഒരു ഫോം വൈസ് ഉള്ളൊരു കാര്യം പറഞ്ഞു. അതല്ലാതെ റയൽ മാഡ്രിഡ് ഒരു ചെറിയ ടീമാണ് എന്നുള്ളതല്ല. ഇനിയിപ്പോ അതല്ല ഞാനിത് എന്തുകൊണ്ട് എടുത്തു പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഇപ്പൊ തൊട്ട് എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ചോദിച്ചിട്ടുണ്ട്. റയൽ മാഡ്രിഡ് ഐ ഡോണ്ട് കൺസിഡർ റയൽ മാഡ്രിഡ് ആസ് എ ബിഗ് ടീം എന്നുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് പല ഗ്രൂപ്പുകളിലും പോകും. പിന്നെ അതും അതാണ് സംഭവിക്കാൻ പോണത്. അതാ ഞാൻ പറയാൻ കാരണം. റിയൽ മാഡ്രിഡ് ബിഗ് ടീം അല്ല എന്നല്ല പറഞ്ഞത്, റിയൽ മാഡ്രിഡ് അറ്റ് ദ മൂമെന്റ് ആർ സ്ട്രഗ്ലിംഗ് എന്നാ പറഞ്ഞു. സോ ഐ വുഡ് ലൈക്ക് ടു പിക്ക് ഓൺ ദാറ്റ് പോയിന്റ് എ ബിഗർ ടീം ബിക്കോസ് ആ മൊമെന്റം ഇല്ല. കാരണം എന്താ, നമ്മളും സ്ട്രഗ്ലിംഗ് ആണ്. സ്ട്രഗ്ലിംഗ് ടീം ഷുഡ് നോട്ട് പ്ലേ എ സ്ട്രഗ്ലിംഗ് ടീം. സ്ട്രഗ്ലിംഗ് ടീം ഷുഡ് പ്ലേ എ ഫോം ടീം. അവിടെയാണ് ചാലഞ്ച് കിടക്കുന്നത്. Right. I mean, there is one question directly for you, Shajiata. Rohit, can I ask you a doubt? Since Nkunku is coming, and so if Potter stays and we bought a good DM and shifts to back 4, number 9 had to go number 10 as Kai as yesterday. It won't work. It will not work. Kai looks comfortable only in the 3 at the back position. Even under have Tuchel 3 at the back, Kai looks good. Kai in a 4-3-3, Kai in a 4-2-3-1, Kai in a 4-1-4-1. As an isolated striker, Kai Havertz will not come because he arrives in the box very early. Offside on. He is a master of offside. If you look at his record, assistant offside this season. On the check offside, he arrives late. Other knack striker. Just go and see how Victor Osimhen comes. Just go and see how Vlahovic comes. Vlahovic in the record on the how many offside this season. He knows when to arrive at the box. You arrive on time. ഇത് കായ അവാർഡ്സ് ബോൾ വരുന്നതിന് മുമ്പ് ഓടിക്കണം, എന്നിട്ട് ഓഫ് അങ്ങ് മേടിച്ച് കയ്യിൽ വെക്കും. Okay, final point, Hebar bro, what are you expecting in the coming days from Potter? Again, so stability. If we have 2 good performances, ആ പഴയ ഒരു ലിസ്റ്റ്ലെസ്നെസ് ഇല്ലെങ്കിൽ കളിയുടെ എന്താ നടക്കുന്നത്, എന്താ ടാക്ടിക്സ് എന്ന് മനസ്സിലാവാത്ത അവസ്ഥയിലോട്ട് പോകാണ്ട് just build on these good performances, build confidence, and hopefully players like Mudryk get a chance. And again, Champions League, I think നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഫുട്ബോൾ മെമ്മറീസ് ആർ ഡെഫിനറ്റ്ലി ലിങ്ക് ടു ദ ചാമ്പ്യൻസ് ലീഗ്. എന്റെയൊക്കെ ഒരു 2008-9 ഒരു 4 കളിയുണ്ട് ലിവർപൂൾ നൈറ്റ് സെമി ഫൈനൽ. അതിൽ ലാംപാർഡ് ഐ തിങ്ക് സ്കോർസ് ദ 4th goal in extra time. പിന്നെ ഡ്രോഗ്ബ ക്രൗഡ് നോക്കിയിട്ട് ഈ ഒരു സൈൻ ഫിനിഷ് എന്നൊരു സൈൻ. അപ്പോൾ ഹോപ്പ്ഫുള്ളി ന്യൂ ഫാൻസ് ഓഫ് റീസെന്റ് സ്റ്റാർട്ടഡ് സപ്പോർട്ടിങ് us get similar memories. പിന്നെ ഷാജേട്ടൻ പറഞ്ഞ പോലെ നാപ്പോളിനെ കടിക്കാൻ പറ്റിയ ഐ തിങ്ക് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫീറ്റ്സ് ദിസ് സീസൺ. നാപ്പോളി ഈസ് ക്ലാസ്. അതും ഇയാളൊക്കെ വൻ ഫോമില്ല. ഓസിമനും ക്വാറഡോണോ മറ്റേ whatever his name is, I think all of them are in crazy form. So if we can beat a team in that form, huge statement. പിന്നെ ഷാജയുടെ ഒറ്റ കാര്യം, ഐ തിങ്ക് റിയൽ മാഡ്രിഡ് ഇപ്പോ ലിവർപൂളിന് 5-2 അടിച്ചാൽ നിൽക്കുന്നു. അപ്പൊ റിയൽ മാഡ്രിഡിനെ കിട്ടാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. On their day, Benzema Vinicius ഒക്കെ ഫോം ആയ good form. I saw the Real Betis ആയിട്ടുള്ള കളി last week കണ്ടതാണ്. They struggled. They couldn't penetrate. ലീഗില് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലേ അവര് ടയേർഡ് ആയിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് കുറെ പ്ലേയേഴ്സ് they look very tired, visibly tired, especially players like Modric, Cruz, ഇതെല്ലാം very tired ആയിട്ട് തോന്നുന്നു എനിക്ക്. ഒരു വലിയ സീസൺ അല്ലേ, വേൾഡ് കപ്പ് ഒക്കെ വന്നു, ഭയങ്കര ടയേർഡ് ആയിരിക്കും ചിലപ്പോൾ പ്ലേയേഴ്സ്, പറയാൻ പറ്റില്ല. They played more matches, they played Super Cup, they played World Club Championship, ഒരുപാട് കളിച്ചില്ല അവര്. അതായിരിക്കും ഒരു റീസൺ, പറയാൻ പറ്റില്ല അത്. ശരിയാണ്. നാളെ രാവിലെ ശ്രീകാന്ത് റിയൽ മാഡ്രിഡിന്റെ വകയായിരിക്കും. ഞാൻ നാട് വിടാൻ പോവുകയാണ്. നല്ല രീതിക്ക് പോട്ടെ. കാരണം ഇപ്പൊ നമ്മുടെ ഒരു ഫോം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെബിലിറ്റി അങ്ങോട്ട് കൊണ്ടുപോകണം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ചാമ്പ്യൻസ് ലീഗ് ഡ്രോ അത് നമ്മുടെ കയ്യിലല്ല. അല്ല, എനിക്ക് തോന്നിയത് ബാലു ശ്രദ്ധിച്ചു നോക്കിക്കോ, നാപ്പോളി വിൽ ബി ദ ടഫസ്റ്റ് ടീം ടു ബീറ്റ്. ഭയങ്കര ഫ്രീ ആയിരിക്കാം. കാരണം അതെ, നാപ്പോളി നല്ല ടീമാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുമ്പോ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന കോമ്പറ്റീഷൻ എല്ലാ സീസണും നമ്മൾ പോകുമ്പോ
ഒരു ടീമിനെ നമ്മൾ ആദ്യം തന്നെ ലേബൽ ചെയ്യും, ഈ ടീമാണ് ഇപ്രാവശ്യം ജയിക്കുക. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് വളരെ റെയറായിട്ട് ആ ടീം ജയിക്കാറുണ്ട്. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ജയിച്ച സീസൺ, ആ സീസൺ മാഞ്ചസ്റ്റർ സിറ്റി അല്ലെങ്കിൽ PSG എന്തായാലും അടിക്കുന്നു പറഞ്ഞിരുന്നത്, രണ്ടുപേരും അടിച്ചില്ല. കഴിഞ്ഞ സീസൺ അതേപോലെ എന്താ പറയാ, ലിവർപൂൾ ജയിക്കുന്നു പറഞ്ഞു, അല്ലെങ്കിൽ സിറ്റി പിന്നെയും ജയിക്കുന്നു പറഞ്ഞു, പക്ഷെ ജയിച്ചത് റയൽ മാഡ്രിഡ് ആണ്. അപ്പോ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ടൂർണമെന്റ്, ആർക്ക് വേണമെങ്കിൽ ആരെ വേണമെങ്കിൽ തോൽപ്പിക്കുക. ഓൺ ദർ ഡേ നല്ലപോലെ കളിച്ചാൽ മാത്രം മതി. അങ്ങനെ നല്ലപോലെ കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ടീമാണ് നമ്മൾ എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കാരണം പോട്ടറിന് പ്രീമിയർ ലീഗ് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ നല്ല പെർഫോമൻസസ് ആണ്. അത് തുടർന്നുകൊണ്ട് പോട്ടെ, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. കാരണം ഈ നാപ്പോളി ഉണ്ടല്ലോ ശ്രീകാന്ത്, എനിക്ക് നല്ല ടീമാണെന്ന് പറയാൻ കാരണം ഈ നമ്മുടെ ആസ്പിൻ ഉണ്ടല്ലോ, ആസ്പി അറിയാലോ. ആസ്പിൻ, ഞാനും ആസ്പിനൊക്കെ ഈ ബെറ്റിംഗ് സോണിലുണ്ട്. അപ്പൊ എപ്പോഴും ഉണ്ടല്ലോ 85 മിനിറ്റ്സ് ആയ ആസ്പി വിളിക്കും. ആസ്പി പറയുന്നത് എന്താ അറിയാം, ഷാജിയേട്ടാ 1-1 ഡ്രോ അല്ല നാപ്പോളി, ഷാജിയേട്ടൻ ധൈര്യമായിട്ട് വെക്കും, ഇപ്പൊ അടിക്കും നാപ്പോളി എന്ന് പറയും. ഇവൻ ശരിക്കും ഉണ്ടല്ലോ 3 തവണ അതുപോലെ പറഞ്ഞിട്ട് 90ാമത്തെ മിനിറ്റിൽ നാപ്പോളി അടിക്കും. അപ്പൊ അടിക്കും ഷാജിയേട്ടാ, അതൊരു ചാമ്പ്യൻ ടീമാ, കൊടുക്ക്, അവന്മാർക്ക് 1 മിനിറ്റ് കൊടുത്താൽ 10 സെക്കൻഡ് വരെ അവർ ഗോൾ അടിച്ച് കൈ തരും. അങ്ങനത്തെ ഒരു ടീമാണ്. ഭയങ്കര ഡേഞ്ചറസ് അവര്. കാരണം ഞാൻ എത്ര കളി ഞാൻ കണ്ടെന്നറിയോ, ലാസ്റ്റ് കിക്ക് ഓഫ് എല്ലാം ഗോൾ അടിച്ച കളിയന്മാർ. അതൊരു കോൺഫിഡൻസ് ആണ്, അത്രേ ഉള്ളൂ. ഒന്നും പറയണ്ട. എനിവേ, ഇന്ന് ഒരുപാട് പേര് സൂപ്പർ ചാറ്റ് ചെയ്തു. ബോയ്സ്, താങ്ക് യു സോ മച്ച്. ഒന്നും തന്നെ പറയാനില്ല. റെഡ് ഡെവിൾസ്, ജിം എബ്രഹാം ശരിക്കും മിക്കവാറും എന്നെ സൂപ്പർ ചാറ്റ് ചെയ്ത് പുള്ളിക്കാരൻ കടത്തിലാവുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. റെഗുലർ കോൺട്രിബ്യൂട്ടർ പോരാത്തതിന് ഒരു മെമ്പറും കൂടെയാണ്. അപ്പൊ എന്റെ ചാനലിന്റെ അവിടെ ഒരു മെമ്പർഷിപ്പ് ഓപ്ഷൻ ഉണ്ട്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. യു ഗെറ്റ് ദാറ്റ് സിമ്പിൾ പോലെ അത് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആണ്. റെഡ് ഡെവിൾസ്, താങ്ക് യു സോ മച്ച്. പിന്നെ അതിന് മുമ്പ് ആരായിരുന്നു ചെയ്ത, വിനീത് ചെയ്തിരുന്നു. ആൻഡ് ദർ ഈസ് ഓൾസോ വൺ മോർ പേഴ്സൺ ഹു ഡിഡ് ഇറ്റ്, സാജോ, താങ്ക് യു സോ മച്ച്. ഇന്ന് ആര് ജയിക്കും? അതെ, ഫൈനലി PSG ഓർ റിയൽ മാഡ്രിഡ്? അല്ല, PSG ഓർ ബയൺ മ്യൂണിക്ക്. അപ്പോ PSG അത് എംബാപ്പെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞങ്ങൾ ജയിക്കുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ട പോലെ ഒരു ഓർമ്മ എനിക്ക്. പറയാൻ പറ്റില്ല, നമുക്കറിയാലോ അർജന്റീനയുടെ കൂടെയുള്ള ഫൈനലിൽ ഒരു കളി ഒറ്റയ്ക്ക് മാറ്റിമറിച്ച ആളാണ് എംബാപ്പെ. അപ്പൊ എംബാപ്പെ ഒറ്റയ്ക്ക് ഈ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് ആ കളിയുടെ ഗതി മാറ്റാൻ പറ്റും. അതിൽ പക്ഷെ ബയൺ ഈ പറഞ്ഞ പോലെ ഒരു ടീമാണ്, അവരൊരു യൂണിറ്റ് ആണ്, ഒരു വൺ മാൻ ആർമി അല്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, എപ്പോഴും ആ ഒരു ടീമിന്റെ യൂണിറ്റിനെ തന്നെയാണ് തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നതാണ്. പക്ഷെ എംബാപ്പെ ആണെങ്കിൽ അതിനെ പൊട്ടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ടാലന്റ്. ഇറ്റ്സ് ഗോണ ബി ഇൻട്രസ്റ്റിംഗ്, ഇറ്റ്സ് ഗോണ ബി ടഫ്. എനിക്ക് തോന്നുന്നത് ബയൺ മ്യൂണിക്ക് അവരുടെ ഹോമായ സ്ഥിതിക്ക് പ്രിവെയിൽ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് എ ടഫ് ഗെയിം. ഞാൻ അത് കാണൂല. ഞാൻ കാണാൻ പോകുന്നത് ടോട്ടൻഹാം മിലാനാണ്. ബിക്കോസ് ഐ വാണ്ടഡ് ടു വാച്ച് ദാറ്റ് ഗെയിം. ബിക്കോസ് എവിടെയോ ഉള്ളിൽ ഞാൻ രണ്ടുപേരുടെ ഫാനാണ്, ഹാരി കെയ്നും റഫേൽ ലിയാവും. റഫേൽ ലിയോ എന്നെ ഭയങ്കരമായിട്ട് ഒന്ന് ആകർഷിച്ചു. കാരണം എനിക്ക് ഈ ചെറുപ്പക്കാരനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു സ്പീഡും നല്ലൊരു സ്കില്ലും ഉള്ള പ്ലെയർ ആണ്. ബയേൺ ഐ തിങ്ക് ഷുഡ് വിൻ അറ്റ് ഹോം. ഗോൾ അടിക്കും PSG അടിക്കാതിരിക്കില്ല. ബട്ട് ഐ തിങ്ക് അൾട്ടിമേറ്റ്ലി ദേ വിൽ വിൻ ഇറ്റ് 2-1 ജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ടോട്ടൻഹാം മിലാൻ ഷുഡ് ഹാവ് ടോട്ടൻഹാം ഷുഡ് ഹാവ് വോൺ ദാറ്റ് ഗെയിം. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മിലാൻ ഗോൾ അടിച്ചെങ്കിലും ഫസ്റ്റ് ലെഗിൽ കളിച്ചത് മുഴുവൻ ടോട്ടൻഹാം ആണ്. പക്ഷെ ഡിഫെൻഡ് ചെയ്ത് കളിച്ചത് ഇതായി. ബട്ട് എനിക്ക് തോന്നുന്നത് അവയിൽ അത് നടക്കില്ല. ഐ എം എക്സ്പെക്ടിങ് ഹാരി കെയ്ൻ ആൻഡ് ഹിസ് കമ്പനി ആൻഡ് Son is back to full fitness, so he is going to start. So I think Tottenham will nick that. They will beat Milan. Okay, perfect. Shajeta, maybe a lot of questions coming to you. Maybe we'll do one more topic on question answers with Shaji Papan. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സെഷൻ നമുക്ക് തുടങ്ങാം. കാരണം ഒരുപാട് പേർക്ക് ഷാജിയേട്ടന്റെ ഒരു ചോദ്യത്തിന് മാത്രം ഞാൻ ഉത്തരം പറഞ്ഞേക്കാം. ആ പുള്ളി പാവം, എനിക്ക് how do I spell that name? Sadarth Archan ആണ്. ആരൻ എന്ന് വിളിച്ചോ? Aaron. Okay. Sadarth Aaron. Okay. Aaron was asking me, is Victor Osimhen a fit for Chelsea? You have to ask that question reverse. Is Chelsea fit for Victor Osimhen? കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് we have so much of flair players. Any striker who comes into it has to arrive at this point, on that point. I have a strong feeling that if Lukaku comes and plays with Mudryk, Joao Felix and Sterling, even Lukaku will score 15 goals. Take it from me, he will score 15 goals. ഒരു സംശയം വേണ്ട. കാരണം ആ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. സോ ഐ ഡോണ്ട് നോ വി വിൽ ഗോ ഫോർ വിക്ടർ ഓസിമാൻ എന്നുള്ളത്. ഐ ഹാവ് മൈ ഡൗട്ട്സ്. നാപ്പോളി ഡസന്റ് സെൽ പ്ലേയേഴ്സ് ദാറ്റ് ഈസിലി. ഡിസാങ്ക്ടിസ് ഇസ് ദാറ്റ് സോർട്ട് ഓഫ് എ മെന്റാലിറ്റി ഉള്ള ഒരാളാണ്.
So he doesn't അല്ല, sell. അത് പറഞ്ഞപ്പോ ഷാജിയേട്ടൻ ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തൊരു കാര്യം കൂടി ചോദിക്കുക. ലുക്കാക്കു തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഷാജിയേട്ടൻ ഒരു ചാൻസ് കൊടുക്കാൻ തയ്യാറാണോ? ഷാജിയേട്ടൻ 100% പേഴ്സണലി കൊടുക്കും, തീർച്ചയായും കൊടുത്തിരിക്കും. കാരണം എന്താ എബർ പറഞ്ഞാൽ തലയിൽ കൈ വെച്ചു. അല്ല അത് കാരണം എന്താ അറിയോ, ഇപ്പൊ ഉള്ള ആ പ്ലേയേഴ്സിലുണ്ടല്ലോ, ഇപ്പൊ ഉള്ള ആ പ്ലേയേഴ്സില് അവന് കൊടുക്കുന്ന ആ ഒരു ബോക്സിൽ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട് സിസ്റ്റം അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹി ഈസ് എ പ്ലെയർ ഹൂ സ്കോർസ് ഗോൾസ് വെൻ യു ഗിവ് സപ്ലിമെന്റ് ഇൻസൈഡ് ദ ബോക്സ്. അത് ഈ പറഞ്ഞ മുഡ്രിക്, സ്റ്റെർലിംഗ്, ജോ ഫെലിക്സ്, എൻസോ ഇവരൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. സോ ഐ തിങ്ക് ഐ വിൽ ഗിവ് ഹിം എ ചാൻസ് ഇഫ് ഹി ഈസ് കമ്മിങ്. ഐ ഡോണ്ട് നോ വെദർ ഹി വിൽ കം. But Chelsea are not going for Victor Osimhen. I don't think Chelsea will go for it. Watch out, Chelsea fans, for Jude Bellingham. So many people have criticized Jude Bellingham for the attitude, but my gut feeling says Chelsea will go for this guy. Liverpool and Real Madrid. എന്താണ്? Liverpool and Real Madrid. But Chelsea will fight for this guy. Take it from me, because with Mason Mount's contract at the end, and with Liverpool looking for Mount, there is a strong possibility Jude Bellingham will be in Chelsea's scanner വരും, ആ റാഡറിൽ വന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അതെന്തോ സംശയമുണ്ട് കേട്ടോ ശ്രീകാന്ത്. കാരണം എന്താ പറയാ, ഈ ഫാബ്രീസിയോ റുമാനോ ഈ ജൂഡ് ബെല്ലിംഗത്തിന്റെ ഒക്കെ ചെൽസിയെ കണക്ട് ചെയ്തിട്ട് ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്ന്, മനസ്സിലായ? എന്തോ എവിടെയൊക്കെയോ ഒരു സ്മെല്ലിംഗ് മിസ്റ്റേക്ക് കാണുന്നുണ്ട്. പറയാൻ പറ്റില്ല കേട്ടോ, അതൊക്കെ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് അല്ല പോണേ മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് ഉണ്ട്. വി മൈറ്റ് ഹാവ് അവർ കിങ് കോങ് വിത്ത് us, the beast with us for the quarter finals. N'Golo Kante. Jim, I am not worried about N'Golo Kante. I want Thiago Silva. I am telling you, Silva should come. I don't care whether it is Koulibaly, Fofana or that. Bloody you get Thiago Silva on the pitch. I am telling you, Chelsea will. That guy has got magic man. ഷാജിയേട്ടൻ പറയണതിനോട് 100% യോജിക്കുന്നു. പക്ഷെ അതോടൊപ്പം കാൻസെ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി ഒരു ഡിഫറൻസ് മേക്കർ ആയിരിക്കും. കാരണം ഈ വലിയ ടീംസിന്റെ കൂടെ അഡ്വാൻസ് റൗണ്ട്സിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാൻസയുടെ കോൺട്രിബ്യൂഷൻ തന്നെ റയൽ മാഡ്രിഡിന്റെ കൂടെ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ കൂടെ, അവരുടെ പ്ലേ മേക്കേഴ്സിനൊക്കെ കാൻസെ ഓടി നടന്നിട്ട് എന്താ പറയാ ശല്യപ്പെടുത്തിയിരുന്നു. ഡിബ്രൂയിനെ, അതേപോലെ ടോണി ക്രൂസിനെ, ഇവരൊന്നും നിലം തൊടിയിച്ചിട്ടില്ല, എയറിലേക്ക് ഇരുന്നു കാൻസെ ഫുൾ ടൈം ആ ടൈമില്. അപ്പോ കാൻസയുടെ എനർജി എൻസോന്റെ സൈഡിൽ ഉണ്ടെങ്കിൽ എൻസോന് കുറെ കൂടി ഒരു ഫ്രീഡം ഉണ്ടായിരിക്കും. അത് വേറെ ആർക്കും നമ്മുടെ ടീമിൽ ഇതിപ്പോ എൻസോന് അത്രയും ഫ്രീഡം കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. സക്കറിയക്ക് ഒരു പരിധി വരെ കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ കാൻസയുടെ ആ ഒരു ഓവറോൾ ഓടി നടന്നത് ഈ പറയുന്ന പോലെ ബോൾ വിൻ ചെയ്യാനും ഒറ്റ ഇത് കാര്യം ചെയ്യുന്നു. ഓടി നടന്ന് ബോൾ വിൻ ചെയ്യാൻ നേരെ എൻസോക്ക് കൊടുക്കുക, എൻസോ ബാക്കി നോക്കിക്കോളും. അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ കാണാനാണ് ഞാൻ സത്യം പറഞ്ഞ പേഴ്സണലി ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റോടുകൂടി കാത്തിരിക്കുന്നത്. ബാക്കി നമുക്ക് നോക്കാം. അല്ല, തീർച്ചയായും എനിക്ക് കാണണം. പക്ഷെ എനിക്കുണ്ടല്ലോ, എനിക്ക് ആ സിൽവയുടെ ആ വീഡിയോ ഉണ്ടല്ലോ ഇന്നലെ വൈഫുമായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്, സത്യം പറയാലോ എനിക്ക് ഈ റോമനോട് ഭയങ്കര ദേഷ്യമുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം റോമനെ കാണുകയാണെങ്കിൽ ഞാൻ ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമുള്ളൂ, പകയ നീ ആരെയൊക്കെയോ സൈൻ ചെയ്തല്ലോ, ഈ മനുഷ്യനെ കുറിച്ച് ചെറുപ്പകാലത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ക്ലബ് ഒരു 3-4 ട്രോഫി അടിച്ചത്, എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ സൈൻ ചെയ്യാത്തതെന്ന? എന്ത് പ്ലെയർ അയാള്! ഒന്നും പറയാനില്ല, ഭയങ്കര പാഷൻ അയാള്. PSG versus Bayern Munich prediction. അതായിരുന്നു നമ്മൾ തുടങ്ങിയത്. never write off the goat. Messi pitchil undengil any team always has a chance. But I think Bayern also very well placed. I think home aanu, I think they're playing it there. Allianz la kaliyonu. And Jamal Musiala, I'm guessing he's not injured. എനിക്ക് ഉറപ്പില്ല, അവിടെ നോക്ക് കിട്ടിയെന്ന് വായിച്ച പോലെ ഒരു ഓർമ്മയുണ്ട്. ബട്ട് ജമാൽ മുസിയാല again coming through one of my favorite players. അടുത്തൊരു 10 കൊല്ലത്തിന് ഐ തിങ്ക് എംബാപ്പെ, ഹാലൻഡ് ആൻഡ് മുസിയാല ആർ ഗോയിങ് ടു ബി ദ ടോപ്പ് 3 ഓഫ് ദിസ് ജനറേഷൻ. ഒരു ഫീലിംഗ് ആണ്. സോ ഗ്രേറ്റ് മാച്ച്, ഒരു പാസിംഗ് ദ ടോർച്ച് പോലെയാണ്. ജസ്റ്റ് ഹോപ്പിംഗ് ഫോർ എ ഗുഡ് മാച്ച്. ടോട്ടൻഹാം മിലാൻ ആര് ജയിക്കും? മിലാനിനെ ആയിരിക്കണം എന്നാണ്. ടോട്ടൻഹാം ജയിക്കേണ്ടെന്നൊരു ആഗ്രഹമുള്ളൂ. പ്ലസ് ലിയാ ഉണ്ട്, ആൻഡ് മിലാൻ ഇൻ ജനറൽ എന്താ പറയാ ഗുഡ്. പിന്നെ ജിറോ ഉള്ളോട്ട് ജിറു ഐ തിങ്ക് നമ്മളെ പൊന്നോമണ പുത്രനായ അന്റോനെ കോണ്ടനെ ഒഴിവാക്കി വിട്ടത് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ കോണ്ടനോട് എന്നും സ്നേഹമുണ്ട്, പക്ഷെ ടോട്ടൻഹാമിന് എന്തോ ഒരു വെറുപ്പാണ് മൊത്തത്തിൽ. എനിക്ക് അയാളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇതാണ്. Anyway, guys, thank you so much. ഒരു entire 60 minutes lively discussion വേണ്ടിയിട്ട് ഒരുപാട് നന്ദി. Thanks so much for people super chat. Thanks Ajay as usual. Thanks Balu bro. നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്കായിട്ട് 2ാമത്തെ സ്ട്രീമാണ്.
ഞങ്ങളുടെ ഒറിജിനൽ ഫെബ്രിസിയോ റൊമാനോ ആയിരുന്ന ബാലു ബ്രോ പിന്നെ മൺഡേ നൈറ്റ് വാർ തുടങ്ങി നടത്തിക്കൊണ്ടിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി റൈറ്റ് നൗ സാങ്കേതിക തകരാറ് കാരണം കുറച്ച് പിന്നോട്ടിരിക്കുന്നു. ഹോപ്പ്ഫുള്ളി വി സീ ഹിം ബാക്ക്. ബാലു ബ്രോന്റെ യൂട്യൂബ് ചാനലിന്റെ പേരെന്തായിരുന്നു? ഓക്കെ, ഐ തിങ്ക് ഹീസ് കൈൻഡ് ഓഫ് caught up somewhere. ശ്രീകാന്ത് ഒരു മെസ്സേജ് ഒന്ന് കൺവേ ചെയ്തോട്ടെ ഞാൻ. പ്ലീസ് ഗോ അഹെഡ്. എനിക്ക് ഫാൻസിനോട് പറയാനുള്ളത്, ISL സൂപ്പർ കപ്പ് എല്ലാവർക്കും അറിയാം. ISLലുള്ള എല്ലാ ടീംസും ഐ ലീഗിലുള്ള എല്ലാ ടീംസും കളിക്കുന്നുണ്ട്. കുറച്ചു മുമ്പേ KFL ഇപ്പം എനിക്ക് റിയൽ മലബാർ എന്നൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബ് കളിക്കുന്നത് ഇവിടുത്തെ കേരള പ്രീമിയർ ലീഗിലാണ്. ഞങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്തായി. അപ്പം ഇത്തവണ മീറ്റിങ്ങിന് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ചെന്നപ്പം അവിടെ നിന്നുള്ള ഒരു സന്തോഷകരമായ കാര്യം എന്താന്ന് പറഞ്ഞാല്, ലാർജ് നമ്പർ ഓഫ് മാച്ചസിന് എസ്പെഷ്യലി സെമി ആൻഡ് ഫൈനൽ ഒഴികെയുള്ള ബാക്കി എല്ലാ മാച്ചസിനും കോഴിക്കോടും മഞ്ചേരിയും നടക്കുന്ന കളികൾ എല്ലാം ഫ്രീ ആണ്. സോ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. കാരണം ഞാൻ കോഴിക്കോട് വന്നിട്ട് കേരള ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് EMS സ്റ്റേഡിയത്തിൽ, പക്ഷെ ആളില്ല കളി കാണാൻ. എനിക്ക് വളരെ ദുഃഖം തോന്നി. കഴിഞ്ഞ ദിവസം ഞാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കോഴിക്കോട് പോയിട്ട് ഒരു കളിയാണ്. പണ്ടൊക്കെ എനിക്കറിയില്ല ബാലുവൊക്കെ അവിടെ വന്ന് കണ്ടിട്ടുണ്ടോ. കോഴിക്കോടൊക്കെ എന്ന് പറഞ്ഞാൽ 10,000-20,000 ഇരുന്ന് കളി കാണുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ എന്റെ ഒരു ഫാൻസിനുള്ള ഒരു റിക്വസ്റ്റ്, എല്ലാവരും ഉണ്ട്. സുനിൽ ഛത്രി കളിക്കുന്നുണ്ട്, രാഹുൽ കളിക്കുന്നുണ്ട്, യുക്കമാനിച്ച് വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ ISL സൂപ്പർ കപ്പ് പോയി കാണുക. പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആണ് ടിക്കറ്റ്. പോയിട്ടൊന്ന് ഇന്ത്യൻ ഫുട്ബോളിനൊന്ന് ഡെവലപ്പ് ചെയ്യാം. ഇത് KFL ഞങ്ങളോടും കൂടി പറഞ്ഞു, നിങ്ങൾ ക്ലബ്സിൽ എല്ലാവരോടും പറയണം, യങ്സ്റ്റേഴ്സിനോട്. ഒന്ന് വൈകിട്ടാണ് കളികളെല്ലാം. വൈകിട്ട് 4 മണിക്കും രാത്രി 7 മണിക്കും ഫ്ലഡ് ലൈറ്റിലാണ് കളി. അപ്പം കോഴിക്കോടുള്ള എല്ലാവരും, മഞ്ചേരിയിലുള്ള എല്ലാ ചെൽസി ഫാൻസും പറ്റുവാണെങ്കിൽ ഒന്ന് വെറുതെ ഒരു സമയം പോക്കിനെങ്കിലും പോയി ഒന്ന് കളി കാണുകയാണെങ്കിൽ കുറച്ചൊരു മോട്ടിവേഷണൽ പോയിന്റ് ആയിരിക്കും. കാരണം ഇന്ത്യൻ ഫുട്ബോളില് കേരളത്തിൽ കൊച്ചി ഒഴികെ വേറെ എവിടെയും ക്രൗഡ് വരുന്നില്ല എന്ന് പറഞ്ഞാണ് ഇന്ന് KFA മീറ്റിംഗിൽ പറഞ്ഞത്. വളരെ നിരാശമായ കാര്യമാണ്. കാരണം കേരള പ്രീമിയർ ലീഗിന് പോലും ഒരു കഷ്ടിച്ച് 2,000 പേരെ കളി കാണാൻ വരുന്നുള്ളൂ. അത് ഉണ്ടാവരുത്. കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ശ്രീകാന്തിനൊക്കെ അറിയാം, ഭ്രാന്താണ് ഫുട്ബോളിന്. അപ്പൊ അവർക്ക് പറഞ്ഞാല് കളി കാണാൻ വരണം. അപ്പൊ ഇതൊരു നല്ല അവസരമാണ്. എല്ലാ പ്ലേയേഴ്സിനെയും നിങ്ങൾക്ക് കാണാം. അപ്പം ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട. കളികൾ കണ്ട് ഒന്ന് ആസ്വദിക്കാം. ഞാനും വരുന്നുണ്ട് കുറച്ച് കളികൾ കാണാനായിട്ട്. താങ്ക് യു. ബാലബ്രോ എന്തോ പറയാൻ വരുമായിരുന്നു? നമസ്കാരം. അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചാനലിന്റെ പേര് പറഞ്ഞു ഫുട്ബോൾ ഫോർ പ്ലാനറ്റ് എന്നാണ് ചാനലിന്റെ പേര്. ഞാൻ ജസ്റ്റ് റീസെന്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 4-5 വീഡിയോ ഇട്ടിട്ടുള്ളൂ ഇതുവരെ. ഒരു ലൈവ് സ്ട്രീമും പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ടൈമിന്റെ പ്രശ്നം അവിടെയും എഫക്റ്റഡ് ആവുന്നുണ്ട്. നമുക്ക് പതുക്കെ ശരിയാക്കി എടുക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ പോയി ഫോളോ ചെയ്യുക. ഫുട്ബോൾ ഫോർ പ്ലാനറ്റ് എന്നാണ് ചാനലിന്റെ പേര്. സപ്പോർട്ട് ചെയ്താൽ വളരെയധികം സന്തോഷം. Done. All right, guys. Thank you so much. Thanks Ajita. Thanks Hebar bro. Thanks Balu bro. Thanks for joining. Thanks everybody for the super chat. ഇനി വീണ്ടും അടുത്ത സ്ട്രീം സന്ധിക്കും വരെ വണക്കം. ബൈ ബൈ. Thank you.